എല്ലാവർക്കും ബിഗ് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫെബ്രുവരി 15 to 21 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നാഷണൽ ന്യൂസ് ആൻഡ് പോളിസി എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യം ഇന്ത്യസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ stood at 2.75% in January 2026 under the new CPI series. ബേസ് ഇയർ 2024 ആക്കിക്കൊണ്ടുള്ള മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ പുറത്തിറക്കിയ പുതിയ CPI സീരീസിന് കീഴിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് ആണ് 2.75. ഓക്കെ, 2.75. ഈ പെർസെൻറ്റേജ് നിങ്ങൾ പഠിക്കണം. അതുപോലെ പഠിക്കേണ്ടത് ആരാണ്, ബേസ് ഇയർ ഏതാണെന്ന് പഠിക്കണം. ബേസ് ഇയർ ഇസ് 2024 ആൻഡ് റിലീസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, MOSPI, അതാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2.75 ആണ്. ബേസ് ഇയർ 2024 ആണ്. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഹെഡ്ലൈനകത്ത് വരുന്ന കീവേഡ്സ് ആണ്. ഇവിടെ വന്നിട്ടുള്ളത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. അപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. Retail inflation measures the percentage change in the price of goods and services purchased by households over a period. Retail inflation എന്ന് പറയുമ്പോൾ ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ് ഒരു ഹൗസ് പർച്ചേസ് ബൈ ഹൗസ് ആണ് കേട്ടോ. ഹൗസ് വാങ്ങിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് ഒരു ഓവർ എ പീരീഡ് വരുന്ന പെർസെൻറ്റേജ് ചേഞ്ചിനെയാണ് എന്ത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഫോർ കൺസ്യൂമേഴ്സിന്റെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മെഷേർഡ് ബൈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI, ഇതാണ് മെഷർ ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ പെർസെൻറ്റേജസ് എന്ന് പറയുമ്പോൾ ജാനുവരി 2026 നമ്മളിപ്പോൾ പറഞ്ഞ റീറ്റെയിൽ ഇൻഫ്ലേഷൻ CPI 2.75 ആണ്. അതുപോലെ ഫുഡ് ഇൻഫ്ലേഷൻ അപ്രോക്സിമേറ്റ്ലി 2.13% ആണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2027 എന്ന് പറയുന്നത് 4.3 ആണ്. ഹയസ്റ്റ് സ്റ്റേറ്റ് ഇൻഫ്ലേഷൻ ജാനുവരി 2026 അത് തെലങ്കാനയാണ് അറ്റ് 4.92. റീറ്റെയിൽ ഇൻഫ്ലേഷൻ is expected to rise to about 4.3 in financial year 2027 from an estimated 2.5 in financial year 2026. 2026 estimated 2.5 ൽ നിന്ന് 2027 വരുമ്പോൾ 4.3% റൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. ഓക്കെ, അടുത്തത് ഇന്ത്യസ് ഫസ്റ്റ് CBDC ബേസ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ലോഞ്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് അറിയാം. അപ്പോൾ യൂണിയൻ ഹോം ആൻഡ് കോർപ്പറേഷൻ മിനിസ്റ്റർ അമിത് ഷാ ഇനാഗ്രേറ്റഡ് ഇന്ത്യസ് ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി, അതാണ് CBDC ബേസ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അറ്റ് ഗാന്ധിനഗർ, ഗുജറാത്ത്. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് CBDC ബേസ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എവിടെയാണ് ഇനാഗ്രേറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഗാന്ധിനഗർ ആണ്, ഗുജറാത്തില്. ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ സിസ്റ്റം എയിംസ് ടു ബ്രിങ് ട്രാൻസ്പെറൻസി and efficiency to food grain distribution and reduces leakages by using RBI authorized CBDC tokens to deliver subsidized grains to beneficiaries. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ കീവേഡ്സ് എന്ന് പറയുന്നത് CBDC ആണ്, PDS ആണ്. PDS എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണ് CBDC എന്ന്. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ആണ് CBDC എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഇസ് എ ഡിജിറ്റൽ ഫോം ഓഫ് കൺട്രീസ് ഒഫീഷ്യൽ കറൻസി. നമ്മുടെ ഒഫീഷ്യൽ കറൻസി റുപ്പിയാണ്. അതിന്റെ ഡിജിറ്റൽ ഫോമിനെയാണ് എന്ത് CBDC എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ഇറ്റ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഇസ് എ ലീഗൽ ടെൻഡർ ആണ്. ഇത് ചോദിക്കാം, ലീഗൽ ടെൻഡർ ആണോ CBDC? ലീഗൽ ടെൻഡർ ആണോ? അതെ, ലീഗൽ ടെൻഡർ ഇൻ ഡിജിറ്റൽ ഫോമിലുള്ള ലീഗൽ ടെൻഡർ ആണ്. ജസ്റ്റ് ലൈക്ക് പേപ്പർ നോട്ട്സ് ആൻഡ് പോയിന്റ്സ് ബട്ട് സ്റ്റോർഡ് ആൻഡ് ട്രാൻസ്ഫർ ഇലക്ട്രോണിക്കലി. നമ്മൾ പൈസ, കോയിൻസും നോട്ട്സും എല്ലാം നമ്മൾ അല്ലാതെ കൈമാറുമ്പോൾ ഇതെന്താണ്, ഇലക്ട്രോണിക്കലി ആണ് കൈമാറുന്നത്. ഇൻ ഇന്ത്യ CBDC is issued by റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഒഫീഷ്യലി കോൾഡ് ഡിജിറ്റൽ റുപ്പി. ഈ റുപ്പി സൈൻ CBDC അനൗൺസ് ചെയ്ത
യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2022-23 ആണ്. ഫൈനൽ ലോഞ്ച് ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത് 2022 ഇന്ത്യ among countries ടെസ്റ്റിംഗ് റീറ്റെയിൽ CBDC. റീറ്റെയിൽ CBDC ടെസ്റ്റ് ചെയ്യുന്ന കൺട്രീസിൽ ഒരാളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗാന്ധിനഗർ ഗുജറാത്തിലാണ് ആദ്യത്തെ CBDC ബേസ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ CBDC എന്താണെന്ന് പഠിക്കുക, ഇഷ്യൂ ചെയ്യുന്ന ആരാണെന്ന് പഠിക്കുക, അത് ആദ്യമേ അനൗൺസ് ചെയ്ത ബഡ്ജറ്റ് ഏതാണ്. ഓക്കെ, അടുത്തത് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് അർബൻ ചലഞ്ച് ഫണ്ട്. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് അർബൻ ചലഞ്ച് ഫണ്ട് UCF. The Union Cabinet approved the launch of the Urban Challenge Fund with the central assistance of ₹1 lakh crore to support market-linked reform-driven urban infrastructure development across India. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് അർബൻ ചലഞ്ച് ഫണ്ട് അപ്രൂവ് ചെയ്ത് എത്രയാണ് ₹1 lakh crore. ഓക്കെ, അപ്പോ ഇന്ത്യയിൽ ഉടനീളം അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ റിഫോമിന് വേണ്ടിയാണ് യൂണിയൻ ക്യാബിനറ്റ് എന്താണ് അർബൻ ചലഞ്ച് ഫണ്ട് അപ്രൂവ് ചെയ്തത്. UCF will require at least 50% of the project financing comes from market sources and it is expected to drive investment in resilience, inclusive and productive cities. So ഇവിടെ നമ്മൾ പഠിക്കേണ്ട എന്താണ് അർബൻ ചലഞ്ച് ഫണ്ട് എന്നാണ്. UCF എന്താണ്? അപ്പോൾ അർബൻ ചലഞ്ച് ഫണ്ട് UCF is proposed financing mechanism announced in Union Budget 2025-26 to support cities in undertaking transformative urban infrastructure projects. Urban infrastructure projects undertake ചെയ്യാൻ വേണ്ടി 2025-26 യൂണിയൻ ബഡ്ജറ്റിൽ പ്രൊപ്പോസ് ചെയ്തൊരു ഫിനാൻസിങ് മെക്കാനിസം ആണ് അർബൻ ചലഞ്ച് ഫണ്ട് UCF എന്ന് പറയുന്നത്. ഇത് ഒരു റിഫോം ലിങ്ക്ഡ് അർബൻ ഡെവലപ്മെന്റ് റാദർ ദാൻ റൊട്ടീൻ ഫണ്ട് അലോക്കേഷൻ. റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന ഫണ്ട് അലോക്കേഷൻ ഉപരി എന്താണ് ഒരു റിഫോം, ഒരു അർബൻ ഡെവലപ്മെന്റിന്റെ റിഫോം മുന്നിൽ കണ്ടുകൊണ്ട് കൊണ്ടുവന്ന ഒരു ഫിനാൻസിങ് മെക്കാനിസം ആണ് UCF. ഇത് 2025-26 ടോട്ടൽ കോർപ്പസ് എന്ന് പറയുന്ന ₹1 lakh crore ആണ്. അതിൽ സപ്പോർട്ട് സിറ്റീസ് ടു അണ്ടർടേക്ക് റിഫോംസ് ആൻഡ് ഇന്നോവേറ്റീവ് അർബൻ പ്രോജക്ട്സ്, ഫോക്കസ് സസ്റ്റൈനബിൾ അർബനൈസേഷൻ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ആൻഡ് സിറ്റി കോമ്പറ്റീവ്നെസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് ഏത് ബഡ്ജറ്റിലാണ് അർബൻ ചലഞ്ച് ഫണ്ട് പ്രൊപ്പോസ് ചെയ്തത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടോട്ടൽ ഏകദേശം എത്രന്റെ അടുത്തുള്ള ഫണ്ടാണ് ₹1 lakh crore. എന്തൊക്കെയാണ് ഫോക്കസ് എന്നുള്ള സസ്റ്റൈനബിൾ അർബനൈസേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്, അതുപോലെ സിറ്റി കോമ്പറ്റീവ്നെസ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് 2.0 അപ്രൂവ്. The cabinet approved the Startup India Fund of Funds 2.0 with a corpus of ₹10,000 crore to drive venture capital availability and support startup across sectors. പല സെക്ടേഴ്സിൽ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വെഞ്ചർ ക്യാപിറ്റൽ അവൈലബിലിറ്റി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് 2.0 അപ്രൂവ് ചെയ്തു. അപ്പോൾ എന്താണ് ഇവിടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് എന്നുള്ളതാണ്. Startup India Fund is a key initiative launched by the Government of India to promote and support startup across various sectors. പല സെക്ടേഴ്സിൽ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു ഫണ്ടാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ടിനെ അറിയപ്പെടുന്നത് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്സ് എന്നാണ്, FFS. ഓക്കെ, അത് ഏതിന്റെ കീഴിലാണ്? സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് 2016 അതിന്റെ കീഴിലാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ലോഞ്ച് ചെയ്തത്. ഇത് സ്റ്റാർട്ടപ്പ് ഫിനാൻസിങ്, it was announced by the Government of India to boost startup financing in the country. ഇത് എന്തിന്റെ കീഴിലാണ്? മാനേജ് ബൈ SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. ലോഞ്ച് അണ്ടർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫണ്ട്സ് 2.0 അപ്രൂവ് ചെയ്ത് എന്തിന്റെ കീഴിലാണ് വരുന്നത്? സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട്. അപ്പൊ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ടിനെ റെഫർ ചെയ്യുന്നത് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്പ്, FFS എന്നാണ്. ഇത് എന്തിന്റെ കീഴിലാണ് ലോഞ്ച് ചെയ്തത്? സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് 2016. ഇത് മാനേജ് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SIDBI ആണ്. ലോഞ്ച് അണ്ടർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്. ഓക്കെ, ഇതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്തത്
Large infrastructure investment push, including rail and urban projects. As part of the same cabinet meeting, ഈ കഴിഞ്ഞ cabinet meeting, approves were given for roughly rupees 1.6 lakh crore worth of infrastructure projects spreading over urban transformation, roads, rail enhancement, and other transport connectivity initiatives. അപ്പോൾ large infrastructure investment to push rail and urban projects. അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ടത് ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ 3 തരത്തിലുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, ഫണ്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, പ്രൈവറ്റ് സെക്ടർ, PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. Private participation encouraged in roads, ports, airports, and renewable energy. ഏതൊക്കെ സെക്ടറിലാണ് റോഡ്, പോർട്സ്, എയർപോർട്ട്സ് ആൻഡ് റിന്യൂവബിൾ എനർജിയിലൊക്കെയാണ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുന്നത്. സെക്കൻഡ് വണ്ട് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് പ്രോഗ്രാംസ്. ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് പ്രോഗ്രാംസിൽ വരുന്നതാണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ NIP. ഇതിൽ വന്നിരിക്കുന്നത് ₹111 lakh crore പ്ലാൻഡ് 2020-2025 അക്രോസ് സെക്ടറിലേക്ക് എത്രയാണ് ₹111 lakh crore ആണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ. അടുത്തത് ഭാരത് മാല പ്രതിയോജന, അത് ഹൈവേസ് ആൻഡ് റോഡ് കണക്ടിവിറ്റി. സാഗർമാല പ്രോജക്ട് എന്ന് പറയുന്ന പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്. അടുത്തത് സ്മാർട്ട് സിറ്റീസ് മിഷൻ. സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്തിനാണ്? അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. പിന്നെ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ, ഇന്റഗ്രേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫോർ എഫിഷ്യന്റ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഇതൊക്കെ ഏതിനൊക്കെയാണ് എന്ന് പഠിച്ചു വെക്കണം. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ, ഭാരത് മാതാ പ്രതിയോജന, സാഗർമാല പ്രോജക്ട്, സ്മാർട്ട് സിറ്റി മിഷൻ ആൻഡ് PM ഗതിശക്തി. അടുത്തതെന്ന് വെച്ചാൽ ഫിനാൻസിങ് മെക്കാനിസം ആണ്. ബഡ്ജറ്ററി അലോക്കേഷൻ ആണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫണ്ട്സ്. എക്സ്റ്റേണൽ ബോറോയിങ്സ്, മൾട്ടിലാറ്ററൽ ഫണ്ടിങ്, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, ADB. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്സ് ആൻഡ് ഇൻവിറ്റ്സ്, എൻകറേജ് പ്രൈവറ്റ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പുഷ് ഇൻക്ലൂഡിംഗ് റെയിൽ ആൻഡ് അർബൻ പ്രോജക്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഏതിലൊക്കെയാണ് എന്നുള്ളതാണ്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, അതുപോലെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് പ്രോഗ്രാംസ്, അതുപോലെ ഫിനാൻസിങ് ആൻഡ് മെക്കാനിക്സ്. അടുത്തത് PM റാഹത്ത് സ്കീം ലോഞ്ച്ഡ്. എന്താണ് PM റാഹത്ത്? ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് PM റാഹത്ത്. എന്താണ് റാഹത്തിന്റെ ഫുൾ ഫോം? റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്യൂർഡ് ട്രീറ്റ്മെന്റ്. ഇതാണ് to provide ₹1.5 lakh cashless treatment for 7 days to road accident victims. റോഡ് ആക്സിഡന്റ് വിക്ടിംസിന് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത പുതിയ സ്കീമാണ് PM റാഹത്ത് എന്നുള്ളത്. ഇത് യൂണിയൻ ഗവൺമെന്റ് 14th February 2026 അപ്രൂവ് ചെയ്തു. ഇത് ഗോൾഡൻ അവർ, ആദ്യത്തെ 1 മണിക്കൂർ, അപകടം നടന്ന ആദ്യത്തെ 1 മണിക്കൂറിൽ എമർജൻസി കെയർ എൻഷുർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ്. PM റാഹത്ത് എന്താണെന്ന് നോക്കാം. പ്രധാനമന്ത്രി റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്യൂർഡ് ട്രീറ്റ്മെന്റ് സ്കീം. ഫുൾ ഫോം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് എ നേഷൻ വൈഡ് ആണ്. ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് launched in February 2026 to provide immediate medical help to road accident victims without payment delays. പേയ്മെന്റിന്റെ ഡിലേ ഇല്ലാതെ റോഡ് ആക്സിഡന്റ് വിക്ടിംസിന് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടി February 2026 ലോഞ്ച് ചെയ്ത നേഷൻ വൈഡ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആണ് PM റാഹത്ത്. അപ്പോൾ PM റാഹത്ത് 1.5 lakh ആണ്. ഇപ്പോൾ ഇതിന്റെ ക്യാഷ് ചോദിക്കാം. ₹1.5 lakh ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ്. എത്ര ദിവസത്തേക്കാണ്? 7 ഡേയ്സിലേക്കാണ്. ERSS 112, either TMS 2.0, ഇങ്ങനെ for faster responses and proceedings. Reimbursement is through motor vehicle accident fund. Insured cases use insurance contribution. Uninsured and hit and run cases use government budget. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് എന്താണ് PM റാഹത്ത്, അതിന്റെ ഫുൾ ഫോം ആണ്. ഓക്കെ, PM റാഹത്ത് അതിന്റെ ഫുൾ ഫോം. അതുപോലെ തന്നെ
എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? ഫെബ്രുവരി 2026. എത്രയാണ്? ₹1.5 lakh. എത്ര ദിവസത്തേക്കാണ്? 7 days. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അണ്ടർഗ്രൗണ്ട് റെയിൽവേ ത്രൂ ചിക്കൻ നെക്സ് അനൗൺസ്ഡ്. ഇന്ത്യ അനൗൺസ്ഡ് 35.76 കിലോമീറ്റർ സ്ട്രാറ്റജിക് അണ്ടർഗ്രൗണ്ട് റെയിൽവേ പ്രോജക്ട് ത്രൂ സിലിഗുരി കോറിഡോർ. ഇതിനെയാണ് ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്നത്. സിലിഗുരി കോറിഡോർ നമ്മുടെ ഈ ഭാഗമാണ് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത്. ടു എൻഹാൻസ് കണക്ടിവിറ്റി ആൻഡ് ഡിഫൻസ് ലോജിസ്റ്റിക്സ് ടു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് കണക്ടിവിറ്റി അതുപോലെ ഡിഫൻസ് ലോജിസ്റ്റിക്സിന് വേണ്ടി ഇന്ത്യ അനൗൺസ് ചെയ്തു 35.76 കിലോമീറ്റർ സ്ട്രാറ്റജിക് അണ്ടർഗ്രൗണ്ട് റെയിൽവേ പ്രോജക്ട്. അണ്ടർഗ്രൗണ്ട് റെയിൽവേ പ്രോജക്ട് അനൗൺസ് ചെയ്തു ത്രൂ സിലിഗുരി കോറിഡോർ. അപ്പൊ സിലിഗുരി കോറിഡോർ പോപ്പുലർലി നോൺ ആസ് എന്താണ്? ചിക്കൻ നെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഇത് വെസ്റ്റ് ബംഗാളിലുള്ള വളരെ നാരോ ആയിട്ടുള്ള സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. ദാറ്റ് കണക്ട്സ് മെയിൻലാൻഡ് ഇന്ത്യ. ഈ മെയിൻലാൻഡ് ഇന്ത്യയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന സിലിഗുരി കോറിഡോർ അല്ലെങ്കിൽ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ഇൻ നോർത്തേൺ വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ ചോദിക്കാം ചിക്കൻ നെക്സ് കോറിഡോർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നോർത്തേൺ വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ അവിടെയും ചോദിക്കാം, നോർത്തേണും സദേണും ചോദിക്കാം. അപ്പൊ ഇവിടെ നോർത്തേൺ വെസ്റ്റ് ബംഗാളിലാണ്. ലൈസ് ബിറ്റ്വീൻ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ചൈന. ഓക്കെ, കണ്ടോ? അതുകൊണ്ട് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോറിഡോർ ആണ് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത്. ഇന്ത്യ ടു ആസാം ആൻഡ് അതർ കണക്ട്സ് മെയിൻലാൻഡ് ഇന്ത്യ ടു ആസാം ആൻഡ് അതർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. അപ്പൊ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സിലിഗുരി കോറിഡോർ കണക്ട്സ് മെയിൻലാൻഡ് ഇന്ത്യ ടു ആസാം ആൻഡ് അതർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. Lies between Nepal, Bhutan, Bangladesh and China, situated in northern West Bengal. Okay, northern West Bengal ആണ്. ഓക്കെ, അടുത്തത് നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്ക് ടു ബിക്കം യുഗി യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം. അപ്പോ എവിടുത്തെ നോർത്ത് ബ്ലോക്ക് ആൻഡ് സൗത്ത് ബ്ലോക്കിന്റെ കാര്യമാണ് പറയുന്നത്? ഓക്കെ, പാർലമെന്റിന്റെ ആണ്. The cabinet approved converting North Block and the South Block into parts of Yugi Yugin Bharat National Museum to showcase India's civilizational and administrative history. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് യുഗി യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം എന്നുള്ളതാണ്. യുഗി യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നത് ഒരു മെഗാ നാഷണൽ മ്യൂസിയം പ്രോജക്റ്റ് ആണ്. aimed at showcasing 5,000 plus years of Indian civilization in a comprehensive and a chronological manner. Okay, it is planned as one of the largest museums of in the world. Location വരുന്നത് North Block and South Block ലാണ്. Kartavya, situated in Kartavya Path, New Delhi, part of Central Vista Redevelopment Project under Ministry of Culture. So important ആയിട്ടുള്ള പോയിന്റ്സ് ഈ ഭാഗത്താണ് വരുന്നത്. Planned as one of the largest museums in the world. Planned ഉള്ളൂ. ഓക്കെ, പ്ലാൻഡ് ആണ്, വന്നിട്ടില്ല ഇതുവരെ. To be developed at the North Block and the South Block. Situated എവിടെയാണ്? കർത്തവ്യ പാത്ത്, ന്യൂഡൽഹി, part of Central Vista Redevelopment Project. മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ സെൻട്രൽ വിസ്റ്റ റീഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ കീഴിലാണ് ഈ പറയുന്ന യുഗി യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം വരാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യ ഹോൾഡ്സ് ഹൈ ലെവൽ മന്ഥൻ മീറ്റിംഗ് ഓൺ കോർപ്പറേറ്റീവ്സ്. കോർപ്പറേറ്റീവ്സിന് വേണ്ടി ഹൈ ലെവൽ മീറ്റിംഗ് നടത്തി. A high level meeting of state and union territory corporation ministers were chaired by Amit Shah in Gandhinagar to strengthen cooperative sector, promote rural economy and expand tax. Tax എന്ന് പറയുന്നത് primary agriculture credit societies ആണ്. Dairy and fisheries cooperatives. Expansion of a modern grain storage warehouse network was also discussed. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് എന്താണ് കോർപ്പറേറ്റീവ്സ് എന്നാണ്. എന്താണ് കോർപ്പറേറ്റീവ്സ്? കോർപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ voluntary association of people who come together to meet their common economic, social and cultural needs through
ജോയിന്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എന്റർപ്രൈസ്. ഇവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. ജോയിന്റ്ലി ഓൺഡ് ആണ്, ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ആണ് കോർപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കോർപ്പറേറ്റീവ്സിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഉണ്ട്. അത് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴി 2011 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കിട്ടിയത് കോർപ്പറേറ്റീവ്സിന്. ഇൻസേർട്ടഡ് അങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വന്നപ്പോൾ ഇൻസേർട്ട് ചെയ്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 43B. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് വരുന്നത്. പാർട്ട് 9B. പാർട്ട് ഏതാണ്? 9B ആണ്. കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന സബ് പാർട്ടിലാണ് 9ന്റെ കീഴിൽ അമെന്റ്മെന്റ് ടു ആർട്ടിക്കിൾ 19(1)C റൈറ്റ് ടു ഫോം കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന പുതിയൊരു സബ് ക്ലാസ് ആർട്ടിക്കിൾ 19 ആഡ് ചെയ്തു. അതാണ് റൈറ്റ് ടു ഫോം കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോർപ്പറേറ്റീവ്സ് ഹാൻഡിൽ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2021. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടന്റ്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു കോർപ്പറേറ്റീവ്സ്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റീവ്സ് എന്ന് നോക്കുകയാണെങ്കിൽ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പീപ്പിൾ ആണ്, ജോയിന്റ്ലി ഓൺഡ് ആണ്, ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ആണ്. അതിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്താണ്, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ആഡ് ചെയ്തത് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വന്നപ്പോൾ, കോർപ്പറേറ്റീവ്സ് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് എന്നാണ് എസ്റ്റാബ്ലിഷ് ആയത്. അടുത്തത് BioAsia 2026 International Summit inaugurated in Telangana. BioAsia 2026 International Summit, 23rd edition of BioAsia 2026, a major international life science summit ആണ്. Major international life science summit ആണ്, inaugurated in Hyderabad with the theme Tech Bio Unleashed. Tech Bio Unleashed, AI, automation and revolutionary changes in life sciences. ഇപ്പൊ ചോദിക്കാം, BioAsia 2026ന്റെ തീം എന്തായിരുന്നു? ടെക് ബയോ അൺലീഷ്ഡ്, AI, automation, revolutionary changes in life sciences. Global experts are invited to discuss biotech and AI integration in healthcare. അപ്പൊ എന്താണ് BioAsia 2026 എന്ന് പറയുന്നത്? BioAsia 2026 is the latest edition of India's premier biotechnology and life science conference, held annually in Hyderabad. Hosted in Hyderabad ആണ്, organized by Government of Telangana. അത് ഇമ്പോർട്ടന്റ് ആണ്. BioAsia 2026 ഓർഗനൈസ് ചെയ്യുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ ഓർഗനൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് തെലങ്കാന ആണ്. സെക്ടർ എന്ന് പറയുന്നത് ബയോടെക്നോളജി ആൻഡ് ഹെൽത്ത് കെയർ ആണ്. വെന്യൂ ഹൈദരാബാദ് തെലങ്കാന, ഓർഗനൈസർ ഗവൺമെന്റ് ഓഫ് തെലങ്കാന, ടൈപ്പ് ഇന്റർനാഷണൽ ബയോടെക് കോൺഫറൻസ്. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇത് വെന്യൂ ഹൈദരാബാദ്, ഓർഗനൈസർ ഗവൺമെന്റ് ഓഫ് തെലങ്കാന, ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബയോടെക് കോൺഫറൻസ്. ഈ വർഷത്തെ BioAsia 2026ന്റെ തീം ടെക് ബയോ അൺലീഷ്ഡ്, AI, automation and revolutionary changes in life sciences. ഓക്കെ, എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 23rd എഡിഷൻ ആയിരുന്നു. ഓക്കെ, അടുത്തത് ജഗത് പ്രകാശ് നദ്ദ to launch Sahi and both frameworks at India AI Summit. അപ്പൊ ഇന്ത്യ AI സബ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AI സബ്മിറ്റിൽ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ JP നദ്ദ 2 ഇനിഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്തു. അതിലൊന്നാണ് സഹി. സഹി എന്നത് സ്ട്രാറ്റജി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഹെൽത്ത് കെയർ ഓഫ് ഇന്ത്യ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സഹി? അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. സ്ട്രാറ്റജി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഹെൽത്ത് കെയർ ഫോർ ഇന്ത്യ. അതുപോലെ തന്നെ ബോത്ത് എന്ന് പറയുന്നത് ബെഞ്ച് മാർക്കിംഗ് ഓപ്പൺ ഡേറ്റ പ്ലാറ്റ്ഫോം ഫോർ ഹെൽത്ത്. ബെഞ്ച് മാർക്കിംഗ് ഓപ്പൺ ഡേറ്റ പ്ലാറ്റ്ഫോം ഫോർ ഹെൽത്ത്. ഇതെന്ന് പറയുന്നത് ദീസ് ഫ്രെയിംവർക്സ് എയിം അറ്റ് ethical, safe and inclusive AI usage in health services. ഹെൽത്ത് സർവീസസിൽ എത്തിക്കൽ ആയിട്ടും സേഫ് ആയിട്ടും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു AI യൂസേജ് ഫ്രെയിംവർക്ക് കൊണ്ടുവരിക എന്നുള്ള എയിമോട് കൂടിയാണ് സഹി ബോത്ത്. ഇത് രണ്ടും ഇനിഷ്യേറ്റീവ്സും ലോഞ്ച് ചെയ്തത് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ JP നദ്ദയാണ്. അതുപോലെ തന്നെ സഹിയുടെയും ബോർഡിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. സെക്ടർ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ ഗവേണൻസിന്റെ കീഴിലാണ്. എയിം എന്ന് പറയുന്നത് എത്തിക്കൽ സെക്ടർ ആൻഡ് അക്കൗണ്ടബിൾ AI അഡോപ്റ്റേഷൻ ആണ്. ലിങ്ക് ടു ഇന്ത്യാസ് റെസ്പോൺസിബിൾ AI ഫ്രെയിംവർക്ക്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ റെസ്പോൺസിബിൾ AI ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിൽ, ഒരു ഇനിഷ്യേറ്റീവിന് കീഴിലാണ് ഈ പറയുന്ന സഹി ബോർഡ്. ഓക്കെ,
അടുത്തത് ആധാർ ആപ്പ് റെക്കോർഡ്സ് മാസീവ് ഡൗൺലോഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ്. ആധാർ ആപ്പ് റെക്കോർഡ്സ് മാസീവ് ഡൗൺലോഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആധാർ ആപ്പ് പോസ്റ്റ് 14 million downloads within weeks of launch. Over 1 million mobile updates were recorded, showing rapid adoption of secure digital identity services in India. ഇപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ആധാർ ആപ്പ് ആണ്. ആധാർ ആപ്പ്, the M-Aadhaar app is the official mobile application developed by Unique Identification Authority of India, UIDAI, to provide Aadhaar-related services digitally. Aadhaar-related services digitally നൽകാൻ വേണ്ടി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒഫീഷ്യൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എന്ന് പറയുന്നത് M-Aadhaar ആപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് റെസിഡൻസ് ടു ക്യാരി ദെയർ ആധാർ ഡീറ്റെയിൽസ് ഓൺ ദെയർ സ്മാർട്ട് ഫോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ഫിസിക്കൽ കാർഡ്സ്. ഫിസിക്കൽ കാർഡ്സ് കൊണ്ടുപോകുന്നതിന് പകരം ആധാർ ഡീറ്റെയിൽസ് സ്മാർട്ട് ഫോൺസിൽ തന്നെ ക്യാരി ചെയ്യാൻ ഇത് ആൾക്കാരെ സഹായിക്കുന്നു. ഇത് ഡെവലപ്പ് ചെയ്തത് UIDAI ആണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ആധാർ സർവീസസ് ഡിജിറ്റൽ ഐഡന്റിറ്റി മാനേജ്മെന്റ്, സെക്യൂർ eKYC ആൻഡ് വെർച്വൽ ID ജനറേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്താണ് M-Aadhaar? M-Aadhaar ഒഫീഷ്യൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഒഫീഷ്യൽ ആണ്, മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. UIDAI ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, അടുത്തത് NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലോഞ്ചസ് B corridors ecological initiatives. The National Highway Authority of India, NHAI, rolled out the B corridors program. B corridors program to develop pollinator-friendly stretches along national highways by planting nectar-rich native species to support honeybees and biodiversity, with about 40 lakh trees planted in 2026-27. അപ്പൊ എന്താണ് ബി കോറിഡോർസ്? ബി കോറിഡോർസ് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് സ്ട്രെച്ചസ് അലോങ് നാഷണൽ ഹൈവേസ്. നാഷണൽ ഹൈവേസിലെ സ്ട്രെച്ചസിൽ ബീ ഫ്രണ്ട്ലി പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്ലവറിംഗ് സ്പീഷീസും. അത് എന്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി? പോളിനേഷനെയും ബയോഡൈവേഴ്സിറ്റിയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബീ ഫ്രണ്ട്ലി പ്ലാന്റ്സും ഫ്ലവറിംഗ് സ്പീഷീസും നട്ടു വളർത്തുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ആണ് ബി കോറിഡോർ. ഇത് എന്താണ്? ബി കോറിഡോർ പ്രോഗ്രാം ആരാണ്? NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. This initiative links infrastructure development with the ecological resource. Infrastructure development, highway വരിക, അതിനോടൊപ്പം തന്നെ എക്കോളജിക്കൽ ആയിട്ടുള്ള റീസ്റ്റോറേഷൻ, ഇതിനെ എയിം ചെയ്തിട്ടാണ് ഇനിഷ്യേറ്റീവ് ബൈ NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സെക്ടർ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ലിങ്ക്ഡ് ടു പോളിനേറ്റർ കൺസർവേഷൻ ആൻഡ് എപ്പികൾച്ചർ പ്രൊമോഷൻ ആണ്. കൺസെപ്റ്റ് എക്കോ ഫ്രണ്ട്ലി ഹൈവേ ഡെവലപ്മെന്റ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൈവേ ഡെവലപ്മെന്റ് എന്ന കൺസെപ്റ്റോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കാൻ പറ്റുന്നത് എന്താണ് ബി കോറിഡോർസ് എന്നതും അതുപോലെ തന്നെ ആരാണ് ബി കോറിഡോർസ് പ്രോഗ്രാം ഇനിഷ്യേറ്റീവ് ആരുടെയാണ്? NHAI ആണ്. ഏകദേശം എത്ര ലാക്ക് ട്രീസ് ആണ് പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? 2026-27 40 lakh. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അടുത്തത് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് ഗെറ്റ്സ് NGC, National Green Tribunal clearance with the conditions. Okay, the National Green Tribunal NGT approved 81,000 crore Great Nicobar project, the airport, transit terminal, township, power plant, while imposing strict environmental safeguards, reef protection, wildlife, tribal concerns. അപ്പോ NGT ക്ലിയറൻസ് കൊടുത്തു. പക്ഷെ എന്തൊക്കെ സേഫ് ഗാർഡ്സ് ആണ്? റീഫ്, കോറൽ റീഫിന്റെ പ്രൊട്ടക്ഷൻ, വൈൽഡ് ലൈഫ്, അതുപോലെ ട്രൈബൽ കൺസേൺ, ഇതെല്ലാം മുൻനിർത്തിയാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സേഫ് ഗാർഡ്സ് വെച്ചിട്ടാണ് NGT ക്ലിയറൻസ് നൽകിയിരിക്കുന്നത്. ഗ്രേറ്റ് നിക്കോബാർ, അപ്പൊ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ആണ്. അതിന്റെ എസ്റ്റിമേറ്റഡ് ആണ് ₹81,000 crore. ഓക്കെ, അപ്പൊ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, the Great Nicobar project is a large-scale infrastructure development plan proposed on Great Nicobar Island. Andaman Nicobar, like Great Nicobar Island, the southernmost island of India in the Andaman Nicobar Island. It is officially called a holistic development of Great Nicobar Island project. So, ഇവിടെ Great Nicobar Island എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? southernmost island of India in the Andaman Nicobar Islands. Andaman Nicobar Islandsലെ
സദേൺ മോസ്റ്റ് ഐലൻഡ് ആയിട്ടുള്ള ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ഇതിനെ ഒഫീഷ്യലി അറിയപ്പെടുന്നത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്റ്റ് എന്നാണ്. ഇത് സിറ്റുവേറ്റ് ചെയ്ത് മലാക്ക സ്ട്രേറ്റ്. ഓക്കെ, അതുകൊണ്ട് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ട് ആണ്. ഇപ്പൊ കീ കോമ്പണൻസ് എന്ന് പറയുന്ന ഇതിലെ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഉണ്ട്, ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട്, ടൗൺഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് പവർ പ്ലാന്റ്, ഗ്യാസ് ആൻഡ് സോളാർ ബേസ്ഡ് പവർ പ്ലാന്റ്സ്. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്റ്റിൽ വരുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട്, ടൗൺഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ്, പവർ പ്ലാന്റ്. ഓക്കെ, അപ്പൊ എത്ര കോടി രൂപയാണ്? 81,000 crore rupeesന്റെ പ്രോജക്റ്റ് ആണ്. ഇതിന് ഇപ്പൊ എന്താണ് NGT ക്ലിയറൻസ് നൽകി, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ക്ലിയറൻസ്. അടുത്ത ജെൻഡർ ബഡ്ജറ്റ് ഇൻ യൂണിയൻ ബഡ്ജറ്റ് 2026-27 up by 11.55%. Gender budget. Okay, India's gender budget allocation rose to 5.01 lakh crore, accounting for 9.37% of total budget outlay, highest participation by ministry since inception, boosting women's welfare and empowerment scheme. Gender budgeting എന്ന് പറയുന്ന ഒരു പദ്ധതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ആദ്യമായാണ് ഹയസ്റ്റ് പാർട്ടിസിപ്പേഷൻ. ഇത്രയും വലിയ പാർട്ടിസിപ്പേഷൻ വരുന്നത് എത്രയാണ്? ₹5.01 lakh crore അലോക്കേഷൻ റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കണം. ജെൻഡർ ബഡ്ജറ്റിംഗ് ഇസ് എ ഗവൺമെന്റ് സ്ട്രാറ്റജി ടു എൻഷുർ പബ്ലിക് എക്സ്പെൻഡിച്ചർ across gender inequalities and benefits women and girls effectively. Okay, ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെ വുമനും ഗേൾസിനും ജെൻഡർ ഇൻഇക്വാലിറ്റീസ് അഡ്രസ് ചെയ്ത് വുമനും ഗേൾസിനും ബെനിഫിറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു സ്ട്രാറ്റജി എൻഷുർ ചെയ്യുക, പബ്ലിക് എക്സ്പെൻഡിച്ചർ എൻഷുർ ചെയ്യുക എന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് സ്ട്രാറ്റജിയാണ് ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ബഡ്ജറ്റ് ഫോർ വുമൺ എന്നൊന്നില്ല. ഇന്ത്യയുടെ ബഡ്ജറ്റിൽ എത്രമാത്രം എന്തിനു വേണ്ടി വുമൺ ആൻഡ് ചൈൽഡ് ഗേൾ ഡെവലപ്മെന്റിന് വേണ്ടി, ഗേൾ ചൈൽഡ് ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഇതാണ് എന്താണ് ജെൻഡർ ബഡ്ജറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് അനലൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഇൻ എ വേ ദാറ്റ് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യുകയും അതിനായിട്ട് ഫണ്ട്സ് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ജെൻഡർ ബഡ്ജറ്റിംഗ്. അല്ലാതെ വുമനായിട്ട് പ്രത്യേകം ബഡ്ജറ്റ് എന്നുള്ള ഒരു കാര്യമില്ല. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം യൂണിയൻ ബഡ്ജറ്റ് 2005-2006 പ്രസന്റ് ആ ജെൻഡർ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. നോഡൽ അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഇത് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അറിയാം? ഈക്വൽ ലൈവ്ലിഹുഡ് ആൻഡ് ഈക്വൽ പേ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ, ആർട്ടിക്കിൾ 15(3) സ്പെഷ്യൽ പ്രൊവിഷൻ ടു വുമൺ, അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ കീഴിൽ വരുന്ന ആർട്ടിക്കിൾ 39A ആർട്ടിക്കിൾ 39D ഈക്വൽ ലൈവ്ലിഹുഡ് ആൻഡ് ഈക്വൽ പേ. അപ്പോൾ അതിന്റെ കീഴിൽ ഇതിനെ എല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിലാണ് എന്താണ് ജെൻഡർ ബഡ്ജറ്റിംഗ് ഒരുക്കിയിട്ടുള്ളത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2005-2006 ഇത് പ്രസന്റഡ് ആസ് ജെൻഡർ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇത് നോഡൽ അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അടുത്തത് ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ഹെലികോപ്റ്റർ FAL inaugurated Airbus H125. ഓക്കെ, അപ്പോൾ ഇവിടെ PM നരേന്ദ്രമോദി ആൻഡ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇതറിയാമല്ലോ, ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇമാനുവൽ മാക്രോൺ, വെർച്വലി ഇനാഗുറേറ്റഡ് India's first private sector helicopter final assembly line FAL in Remagar, Karnataka to produce made in India Airbus H121 light utility helicopters. അപ്പോൾ ഇവിടെ തന്നെ എത്രമാത്രം പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കിയേ. ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ഹെലികോപ്റ്റർ ഫൈനൽ അസംബ്ലി ലൈൻ FAL എവിടെയാണ്?
വെമേഗൽ കർണാടക. അത് എന്തിന്റെ കീഴിലാണ്? മെയ്ഡ് ഇൻ ഇന്ത്യ എയർബസ് H125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റേഴ്സ്. സ്ട്രാറ്റജിക് ബൂസ്റ്റ് ടു ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് മാനുഫാക്ചർ. അപ്പൊ എന്താണ് എയർബസ് H125 എന്ന് പറയുന്നത്? ഇതെന്നാണ് സിംഗിൾ എഞ്ചിൻ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ ആണ്. മാനുഫാക്ചർഡ് ബൈ എയർബസ് ഹെലികോപ്റ്റേഴ്സ്. എയർബസ് ഹെലികോപ്റ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സിംഗിൾ എഞ്ചിൻ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ ആണ്. ഇത് സിവിൽ, പാരാമിലിറ്ററി, റെസ്ക്യൂ ആൻഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ എഞ്ചിൻ ലൈറ്റ് ഹെലികോപ്റ്റർ ആണ്. എഞ്ചിൻ എന്ന് പറയുന്നത് ടർബോമേക്ക ഏരിയൽ 2D സബ്ട്രാക്ട്. ഇതാണ് എഞ്ചിൻ. സീറ്റിംഗ് കപ്പാസിറ്റി 5 to 6 persons ആണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രീം ടെറൈൻ, അതായത് ഹിമാലയ, അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ ഉള്ള എക്സ്ട്രീം ടെറൈനിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. സ്ട്രോങ് പെർഫോമൻസ് ഇൻ ഹോട്ട് ആൻഡ് ഹൈ കണ്ടീഷൻസ്. ഹോട്ടും ഹൈ കണ്ടീഷൻസിലും സ്ട്രോങ് പെർഫോമൻസ് ആണ്. അപ്പോൾ H125 suitable for mountainous regions like Himalayas and നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് ഏത് ടൈപ്പാണ്, ഏതാണ് എഞ്ചിൻ, സീറ്റിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ എവിടെയാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. കർണാടകയിലാണ്. ഓക്കെ, ആരൊക്കെയാണ്? PM നരേന്ദ്രമോദി ആൻഡ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ഓക്കെ, അടുത്തത് ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 inaugurated. Okay, Prime Minister Narendra Modi inaugurated India AI Summit 2026 at Bharat Mandap, New Delhi on 19th February 2026. The summit focuses on responsible inclusive AI. Responsible inclusive AI for human welfare under the theme Sarvajan Hidai, Sarvajan Sudhar. അപ്പോൾ ഇത് ചോദിക്കും, ഇന്ത്യ AI ഇമ്പാക്ട് സബ്മിറ്റിന്റെ തീം എന്തായിരുന്നു? സർവജൻ ഹിതായ്, സർവജൻ സുധായ് ഇതായിരുന്നു. എവിടെയാണ് ഇനാഗ്രേറ്റ് ചെയ്തത്? ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ഓക്കെ, ഇറ്റ് ബ്രിങ്സ് ടുഗദർ ഗ്ലോബൽ ലീഡേഴ്സ്, പോളിസി മേക്കേഴ്സ്, CEOs ആൻഡ് എക്സ്പേർട്സ് ടു ഷേപ്പ് AI ഗവേണൻസ് ആൻഡ് ഗ്ലോബൽ കോർപ്പറേഷൻ. എന്താണ് AI ഇമ്പാക്ട് സബ്മിറ്റ് എന്ന് പറയുന്നത്? AI impact summit is international forum focused on societal, economic and governance impacts of AI. AI ആണ്. സെക്ടർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് ഗവേണൻസ് ആൻഡ് ഇമ്പാക്ട്സ് ഓഫ് AI ആണ്. പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഗ്ലോബൽ പോളിസി മേക്കേഴ്സ് ആൻഡ് ടെക് ലീഡേഴ്സ്. തീം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ AI. ഇതാണ് ഉദ്ദേശം. അപ്പോ 2026 തീം എന്ന് പറയുന്നതാണ് സർവജൻ ഹിതായ്, സർവജൻ സുധായ്. ഓക്കെ, അടുത്തത് ഇൻഡിജീനിയസ് എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് ലാബ് IELLAB ലോഞ്ച്. അപ്പോൾ എന്താണ് ഇൻഡിജീനിയസ് ആൻഡ് എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് ലാബ് എന്ന് നോക്കാം. ഇന്ന് കരൂർ വ്യാസ ബാങ്ക് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് partner to establish South India's first indigenous and endangered languages laboratory. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? കരൂർ വ്യാസ ബാങ്കും യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. The lab will archive and research endangered Indian languages like Soliga, Kotha, Toda, Irula and Badaga using technology. എന്തൊക്കെയാണ്? ഏതൊക്കെ ലാംഗ്വേജസ് ആണ്? Soliga, Kotha, Toda, Irula and Bataka. Bataka language using technology. അപ്പൊ എന്താണ് ഇൻഡിജിനിയസ് ആൻഡ് എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് ലാബ് എന്ന് നോക്കാം. It's a research initiative aimed at documenting, preserving and revitalizing indigenous and endangered languages. Indigenous ആയിട്ടും അതുപോലെ എൻഡേഞ്ചേർഡ് ആയിട്ട് നിൽക്കുന്ന, നശിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ലാംഗ്വേജസ്. ഇതെന്താണ്? എസ്പെഷ്യലി സ്പോക്കൺ ബൈ ട്രൈബൽ ആൻഡ് സ്മോൾ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി. ട്രൈബൽ സ്മോൾ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ് സംസാരിക്കുന്ന ഇൻഡിജീനിയസ് ആയിട്ടും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഡോക്യുമെന്റ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, റീവൈറ്റലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നൊരു റിസർച്ച് ഇനിഷ്യേറ്റീവ് ആണ് എന്ത്? ഇൻഡിജീനിയസ് ആൻഡ് എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് ലൈക്ക് IELLAB. ഇത് ജനറലി സപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ഏതാണ്? യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്.
അതുപോലെ ലാംഗ്വേജ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രൈബൽ affairs initiatives. They focus on scientific documentation and digital arts. Okay. അടുത്തത് വിക്രം AI models unveiled by Indian startup. Bangalore-based startup Sarvam AI unveiled 2 advanced large language models. LLMs named Vikram at the AI Impact Summit. AI Impact Summit ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സർവം AI എന്താണ് 2 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് LLMs പേരെന്താണ് വിക്രം അത് അൺവീൽ ചെയ്തു. ദീസ് AI models are designed to India's multilingual context and aims to strengthen indigenous AI capabilities. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ മൾട്ടിലിംഗ്വൽ കോണ്ടെക്സ്റ്റ് ആയിട്ട് ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്തുകൊണ്ടാണ്, പല ലാംഗ്വേജസ് സംസാരിക്കുക എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്തുകൊണ്ട് AI capabilities, indigenous AI capabilities strengthen ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്താണ് വിക്രം AI മോഡൽ അൺവീൽ ചെയ്തിരിക്കുന്നത്. എന്താണ് വിക്രം AI? വിക്രം എന്ന് പറയുന്നത് large refers to a set of large language models, LLMs, developed by an Indian AI startup to cater to India's multilingual and diverse digital needs. These AI models were showcased by AI Impact Summit 2026 as examples of homegrown innovation in artificial intelligence. Key points are developed by an Indian startup focused on indigenous technology, designed to support multiple Indian languages and contexts, aimed at reducing dependency on foreign AI. Foreign AI models in the dependency, അതിന് മുകളിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുക, അതുപോലെ തന്നെ ഇന്ത്യയിലെ മൾട്ടിപ്പിൾ ഇന്ത്യൻ ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുക, ഇൻഡിജിനിയസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ അൺവീൽ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് വിക്രം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാം എന്താണ് വിക്രം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ന് ചോദിക്കുമ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ. ടാർഗറ്റഡ് for application, government services, education, healthcare and local language computing. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് இந்த വിക്രം AI മോഡൽസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അടുത്തത് സ്റ്റേറ്റ് ന്യൂസുകളാണ്. ആദ്യത്തേത് ആസാം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഇനാഗ്രേറ്റഡ്. ആസാം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഇനാഗ്രേറ്റ് ചെയ്തു. പ്രോജക്ട്സ് worth over ₹5,450 crore were inaugurated in Assam, including Kumar Bhaskar Varma Setu, 6-lane bridge ആണ്, and ഫസ്റ്റ് ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ആണ് മോറൻ ബൈപ്പാസ്. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആസാം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന്റെ എത്ര എസ്റ്റിമേറ്റഡ് ആയിരുന്നു? ₹5,450 crore ആണ്. അപ്പോൾ എന്താണ് കുമാർ ഭാസ്കർ വർമ്മ സേതു? ഓക്കെ. കുമാർ ഭാസ്കർ വർമ്മ സേതു എന്ന് പറയുന്നത് ന്യൂലി കൺസ്ട്രക്റ്റഡ് 6-lane, എത്ര ലൈൻ ഉണ്ട്? റോഡ് ബ്രിഡ്ജ് ഓവർ ബ്രഹ്മപുത്ര റിവർ ഇൻ ആസാം. ചോദിക്കുന്നത് കുമാർ ഭാസ്കർ വർമ്മ സേതു ഏത് റിവറിന് മുകളിലാണ് എന്നുള്ളത്. ബ്രഹ്മപുത്രയാണ്. ഏത് സ്റ്റേറ്റിലാണ്? ആസാമിലാണ്. അത് എന്താണ്? 6-lane റോഡാണ്, റോഡ് ബ്രിഡ്ജ് ആണ്. One of the major infrastructure projects aimed at improving connectivity in the Northeast. നോർത്ത് കണക്ടിവിറ്റി എത്തിക്കുക എന്നുള്ള രീതിയിൽ അതിലുള്ള വൺ ഓഫ് ദ മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. ലൊക്കേഷൻ ബിൽറ്റ് അക്രോസ് ബ്രഹ്മപുത്ര റിവർ, കണക്ട്സ് ഏരിയ നിയർ തേസ്പൂൽ ആൻഡ് കലിയബോൾ. ഓക്കെ. ആസാമാണ്. 6-lane ഹൈവേ ബ്രിഡ്ജ് ആണ്. എൻഹാൻസ് റോഡ് കണക്ടിവിറ്റി, പാർട്ട് ഓഫ് നാഷണൽ ഹൈവേ നെറ്റ്വർക്ക്, ഇംപ്രൂവ്സ് ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സദേൺ ബാങ്ക് ഓഫ് ബ്രഹ്മപുത്ര. ഓക്കെ. അപ്പോൾ അവിടെ കുമാർ ഭാസ്കർ വർമ്മ സേതു എന്താണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് റിവറിന് മുകളിലുള്ളതാണ്, അതുപോലെ തന്നെ എന്താണ് 6-lane റോഡ് ബ്രിഡ്ജ് ആണ്. ഇത് കണക്ടിവിറ്റി, നോർത്ത് ഈസ്റ്റിലേക്കുള്ള കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. ഓക്കെ. സുപ്രീം കോർട്ട് ഓൺ ഫ്രീ ബൈസ് കൾച്ചർ. അപ്പോൾ സുപ്രീം കോർട്ട് ഫ്രീ ബൈസ് കൾച്ചറിന് എടുത്ത് ഒരു ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. Supreme Court of India strongly criticized the free-price culture, urging state to prioritize employment generation and economic stability, a key point in central state fiscal relation. അപ്പോൾ
ചുമ്മാതെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ള രീതിയെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് സുപ്രീം കോടതി പറയുന്നതെന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് ജനറേഷനും എക്കണോമിക് സ്റ്റെബിലിറ്റിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ഇതെന്തിന്റെ കീഴിൽ വരുന്നതാണ്? സെൻട്രൽ സ്റ്റേറ്റ് ഫിസിക്കൽ റിലേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് വരുന്നതാണ്. എന്താണ് ഫ്രീ ബൈസ് കൾച്ചർ? ഫ്രീ ബൈസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ refers to the practice of political parties promising or distributing free goods and services to attract voters. Voters കൂടുതൽ ഇത് നമ്മൾ കാണുന്നത് ഇലക്ഷൻ അടുക്കുന്ന സമയങ്ങളിലാണ് കൂടുതലും. എന്താണ്? വോട്ടേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടോ ഇല്ലെങ്കിൽ ലാപ്ടോപ്പുകൾ കൊടുക്കുന്ന രീതിയിലുണ്ട്, ഗാഡ്ജറ്റ്സുകൾ കൊടുക്കുക, അപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട്, അങ്ങനെയൊക്കെ ഫ്രീ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രോമിസ് ചെയ്യുകയും അവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പ്രാക്ടീസിനെയാണ് എന്ന് പറയുന്നത് ഫ്രീ ബൈസ് കൾച്ചർ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിലും അതുപോലെ പബ്ലിക് ഫിനാൻസ് ഡിസ്കഷനിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇലക്ഷൻ റിഫോംസ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വെൽഫെയർ വേഴ്സസ് പോപ്പുലിസം, ഈ ഒരു രീതിയിലാണ് ഇത് എപ്പോഴും ഡിബേറ്റ് ചെയ്യപ്പെടുന്നത്. സുപ്രീം കോർട്ട് അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചറൽ സിസ്റ്റമാണ് ഫ്രീ ബൈസ് കൾച്ചർ. ഇതിൽ കൂടുതലും ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. എക്കണോമിക് കൺസേൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ്, കൂടുതൽ സ്റ്റേറ്റിന്റെ ഫണ്ടിൽ നിന്ന് കൂടുതൽ ഇങ്ങനെ രീതിയിൽ പോകുമ്പോൾ അവിടെ എന്താണ് ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് വരും. അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്താണ് ഡെപ്റ്റിലേക്ക്, കടത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡെപ്റ്റ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫ്രീ ബൈസ് കൾച്ചർ നമ്മൾ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഈ എക്സസീവ് ആയിട്ടുള്ള ഫ്രീ ബൈസ് കൾച്ചർ ഇൻക്രീസ് പബ്ലിക് ഡെപ്റ്റ്, അഫക്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗിനെ അഫക്ട് ചെയ്യുക. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള ഫണ്ടുകളാണ് കൂടുതലും ഇങ്ങനെ ഫ്രീ ബൈസിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കാതെ അല്ലാതെ ഒരു ഫ്രീ ബൈസ് കൾച്ചർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വരും. അപ്പോൾ അതെന്താണ് പബ്ലിക് ഡെപ്റ്റിന്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ പൂറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ but targeted welfare spending is different from indiscriminate subsidies. Okay, അത് ഒരു പോയിന്റ് ആണ്. ടാർഗറ്റ് ആയിട്ടുള്ള വെൽഫെയർ സ്പെൻഡിങ് എന്തായാലും വേണം, പക്ഷെ അത് ഈ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള സബ്സിഡീസിന് നിന്നും വളരെ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പഠിക്കേണ്ടത്, എന്താണ് ഫ്രീ ബൈസ് കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ ഓൺ SIR. SIR അറിയാലോ, സ്റ്റേറ്റ് വൈഡ് ഇൻഡെക്സിംഗ് ആൻഡ് റിവിഷൻ ആണ് SIR. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. The Election Commission of India, ECI, asked 17 states and 5 union territories to prepare for next phase of statewide indexing and revision drive expected from April. Okay, so എന്താണ് statewide indexing and revision എന്ന് നോക്കാം. Statewide indexing and revision, SIR, is a special electoral roll exercise conducted by Election Commission of India to comprehensively update and clean the voters list across India state. സ്റ്റേറ്റിലുടനീളം വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ കള്ള വോട്ടുകൾ കൂടുതലും വരുന്നത് മാറ്റാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇലക്ട്രൽ റോള് അപ്ഡേറ്റ് ചെയ്യുക വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന സ്റ്റേറ്റ് വൈഡ് ഇൻഡെക്സിംഗ് ആൻഡ് റിവിഷൻ ആണ് എന്ത് SIR എന്ന് പറയുന്നത്. ഇറ്റ് ഗോസ് ബിയോണ്ട് റൊട്ടീൻ ആനുവൽ, എല്ലാ വർഷത്തുള്ള ഇലക്ട്രൽ റോൾ എക്സസൈസ് റിവൈസ് ചെയ്യുന്നത് പോലെയല്ല. ഇപ്രാവശ്യം വളരെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്ന പഴയ ഇലക്ട്രൽ റോളുകൾ പരിശോധിച്ച് അതിൽ നിന്നുള്ള ആൾക്കാരെ അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു SIR ആയിരുന്നു. SIR, സ്റ്റേറ്റ് വൈഡ് ഇൻഡെക്സിംഗ് ആൻഡ് റിവിഷൻ. ലീഗൽ ബേസിസ് എന്ന് പറയുന്നത് എന്തിന്റെ കീഴിലാണ്? Conducted under provisions of Representation of People Act 1950, RPA 1950യുടെ കീഴിലാണ് എന്താണ് SIR വരുന്നത്. അപ്പൊ ചോദിക്കാം, SIR, സ്റ്റേറ്റ് വൈഡ് ഇൻഡെക്സിംഗ് ആൻഡ് റിവിഷൻ, കം അണ്ടർ വിച്ച് പ്രൊവിഷൻ എന്ന് ചോദിക്കുമ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950. ഇത് സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ,
അടുത്തത് അണ്ടർ ബ്രഹ്മപുത്ര റോഡ് റെയിൽ ടണൽ അപ്രൂവ്. അണ്ടർ ബ്രഹ്മപുത്ര റോഡ് റെയിൽ ടണൽ അപ്രൂവ് ചെയ്തു. CCEA approved ₹18,662 crore 4-lane road rail tunnel. 4-lane road rail tunnel under ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ കീഴിൽ ഗോപൂറും നുമാലിഗർഗും കണക്ട് ചെയ്യാൻ വേണ്ടി ബൂസ്റ്റിംഗ് മൾട്ടി മോഡൽ കണക്ടിവിറ്റി ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. Brahmaputra Road Rail Tunnel എന്താണ്? Brahmaputra Road Rail Tunnel is a proposed and approved underwater tunnel project in Assam aimed at improving connectivity across Brahmaputra. Brahmaputra റിവറിന് കുറുകെ കണക്ടിവിറ്റി കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടി ആസാമിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ടണൽ പ്രോജക്റ്റ് ആണ്. അണ്ടർ വാട്ടർ ടണൽ പ്രോജക്റ്റ് ആണ് കേട്ടോ. അണ്ടർ വാട്ടർ ടണൽ പ്രോജക്റ്റ് ആണ് എന്ത്? underwater tunnel project ആണ് ബ്രഹ്മപുത്ര റോഡ് റെയിൽ ടണൽ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഇന്ത്യസ് ഫസ്റ്റ് കമ്പൈൻഡ് റോഡ് റെയിൽ അണ്ടർവാട്ടർ ടണൽ. ഇന്ത്യസ് ഫസ്റ്റ് കമ്പൈൻഡ് റോഡും റെയിലും കമ്പൈൻ ചെയ്യുന്ന അണ്ടർവാട്ടർ ടണൽ. ഫസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ കമ്പൈൻഡ് റോഡ് ആൻഡ് റെയിൽ അണ്ടർവാട്ടർ ടണൽ ആണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര റിവർ ആണ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാം. പ്ലാൻഡ് ടു കണക്ട് ഗുവാഹത്തി ആൻഡ് നോർത്ത് ഗുവാഹത്തി. ഓക്കെ, ഈ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡുവൽ കണക്ടിവിറ്റി ആണ്. റോഡ് ആൻഡ് റെയിൽവേ രണ്ടുകൂടെ കണക്ട് ചെയ്യുന്നതാണ്. ബിൽഡ് ബിനീത്ത് ദ റിവർ ബെഡ്. റിവർ ബെഡിന് കീഴിലാണ് ബിൽഡ് ചെയ്യുന്നത്. ഡിസൈൻഡ് ടു റെഡ്യൂസ് ട്രാവൽ ടൈം സിഗ്നിഫിക്കന്റ്ലി ആൻഡ് ഓൾ വെദർ കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് കമ്പൈൻഡ് റോഡ് ആൻഡ് റെയിൽ വാട്ടർ അണ്ടർ വാട്ടർ ടണൽ. അടുത്തത് ഇന്റർനാഷണൽ ന്യൂസുകളാണ്. ദ മുനീഷ് സെക്യൂരിറ്റി കോൺഫറൻസ് MSC held its 61st edition in Germany focusing on global security issues. എന്താണ് മുനീഷ് സെക്യൂരിറ്റി കോൺഫറൻസ്? ഇപ്പോൾ 61st എഡിഷൻ ഓഫ് MSC മുനീഷ് സെക്യൂരിറ്റി കോൺഫറൻസ് ജർമ്മനിയിൽ ഹെൽഡ് ചെയ്തു. അപ്പൊ എന്താണ് മുനീഷ് സെക്യൂരിറ്റി കോൺഫറൻസ്? എവിടെയാണ് മുനീഷ് എന്ന് പറയുന്നത്? അതെ, ജർമ്മനിയിലുള്ള സ്ഥലമാണ്. The Munich Security Conference MSC is one of the world's most important annual forums on international security and foreign policy. ഇന്റർനാഷണൽ സെക്യൂരിറ്റി അതുപോലെ ഫോറിൻ പോളിസി എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരു ആനുവൽ ഫോറമാണ്. ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ആനുവൽ ഫോറമാണ് മുനീഷ് സെക്യൂരിറ്റി കോൺഫറൻസ്. ഇതെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സെക്യൂരിറ്റി കോൺഫറൻസ് ആണ്. നടക്കുന്ന ജർമ്മനിയിലെ മുനീഷിലാണ്. അത് എസ്റ്റാബ്ലിഷ് ആയത് 1963 ഫോക്കസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇനിഷ്യലി ഫോക്കസ്ഡ് ഓൺ ട്രാൻസ് അറ്റ്ലാന്റിക് ഡിഫൻസ് കോർപ്പറേഷൻ നാറ്റോ ഇഷ്യൂസിന് വേണ്ടിയാണ് ആദ്യം ഇത് തുടങ്ങിയത്. പിന്നീട് അതെന്താണ് ഗ്ലോബൽ സെക്യൂരിറ്റി കോൺഫറൻസ് എന്നുള്ള രീതിയിൽ മാറുമായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, സ്റ്റേറ്റിന്റെയും ഗവൺമെന്റിന്റെയും ഹെഡ്, അതുപോലെ ഡിഫൻസ് ആൻഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ്, നാറ്റോ ഒഫീഷ്യൽ, സെക്യൂരിറ്റി എക്സ്പേർട്സ് ആൻഡ് തിങ്ക് ടാങ്ക്സ് ആൻഡ് ഗ്ലോബൽ ഓർഗനൈസേഷൻ ഇവയെല്ലാം എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ എന്താണ് മുനീഷ് സെക്യൂരിറ്റി കോൺഫറൻസ് എന്ന് പറയുന്നത്? ദ വേൾഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആനുവൽ ഫോറം ഓൺ ഇന്റർനാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി. അത് എവിടെയാണ് നടക്കുന്നത്? ജർമ്മനിയിലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1963. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷം പഠിക്കണം. ഏത് വർഷം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇപ്പൊ നടത്തത് എത്രാമത്തെ എഡിഷൻ ആണ്? 61st എഡിഷൻ ആണ് നടന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യസ് പാസ്പോർട്ട് ഇംപ്രൂവ്സ് ഇൻ ഹെൻലി ഇൻഡെക്സ്. India's passport rose 10 ranks to 75th position. അപ്പോൾ എത്ര ഹെൻലി ഇൻഡെക്സിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ റാങ്ക് എത്രയാണ്? 75th. In the Henley Passport Index 2026 displayed a slight drop in visa-free destination. Visa-free ഡെസ്റ്റിനേഷനിൽ ചെറിയ ഡ്രോപ്പ് വന്നെങ്കിലും എന്താണ് ഇന്ത്യയുടെ പാസ്പോർട്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 75ാമത്തെ പൊസിഷനിലേക്ക് റൈസ് ചെയ്തു. അപ്പൊ എന്താണ് ഹെൻലി ഇൻഡെക്സ്? ഹെൻലി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് റാങ്ക്സ് വേൾഡ്സ് പാസ്പോർട്ട്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസ് ദെയർ ഹോൾഡേഴ്സ് ക്യാൻ എൻ്റർ വിത്തൗട്ട് എ പ്രോപ്പർ വിസ. ഒരു പ്രോപ്പർ വിസ ഇല്ലാതെ
പാസ്പോർട്ട് ഉള്ള ആൾക്കാർക്ക് ഒരു രാജ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ള രീതിയിൽ റാങ്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഇത് മോസ്റ്റ് സൈറ്റഡ് ഗ്ലോബൽ പാസ്പോർട്ട് റാങ്കിങ് ആണ്, പബ്ലിഷ്ഡ് ബൈ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഡേറ്റ ബേസ്ഡ് ഓൺ ഡേറ്റ ഫ്രം ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, ഈ IATA. ഇവിടുത്തെ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ആണ് ഹെൻലി ഇൻഡെക്സ് പുറത്തുവിടുന്നത്. India's rank factors really based on bilateral agreements, visa policy changes, and diplomatic relations. Ranking basis എന്ന് പറയുന്നത് passports are ranked according to number of countries accessible visa free or with visa on arrival. More access ഉണ്ടെങ്കിൽ higher rank ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 75th ആണ്. ആരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്? ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ആണ്. ഇതിന്റെ ഡേറ്റ എടുക്കുന്നത് IATA, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ നിന്നാണ് ഡേറ്റ എടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്തത് താരിഖ് റഹ്മാൻ സോൺ ഇൻ ആസ് ബംഗ്ലാദേശ് PM. അപ്പോ ബംഗ്ലാദേശ് PM ആയിട്ട് താരിഖ് റഹ്മാൻ നിയമിതനായി. ഇപ്പൊ താരിഖ് റഹ്മാൻ ഓഫ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വാസ് സോൺ ഇൻ ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ് after this party's landslide victory in parliamentary election, marking a political shift in Dhaka. ഓക്കെ, അപ്പൊ ആരാണ് താരിഖ് റഹ്മാൻ എന്നുള്ളതാണ്. താരിഖ് റഹ്മാൻ എന്ന് പറയുന്നത് പ്രോമിനന്റ് പൊളിറ്റീഷ്യൻ ഫ്രം ബംഗ്ലാദേശ് ആൻഡ് സീനിയർ ലീഡർ ഓഫ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. അപ്പൊ ഏതാണ് പാർട്ടി? ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ എന്ന് പറയുന്നത് BNPയുടെ ആക്ടിംഗ് ചെയർമാൻ ആണ്. നാഷണാലിറ്റി ബംഗ്ലാദേശിയാണ്. പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിലേക്കാണ്. സൺ ഓഫ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഖലീദ റിയ ആൻഡ് സൗർ റഹ്മാൻ. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൺസിഡേർഡ് കീ ഒപ്പോസിഷൻ ഫിഗർ ഇൻ ബംഗ്ലാദേശ് പൊളിറ്റിക്സിൽ ഒരു കീ ഒപ്പോസിഷൻ ഫിഗർ ആയിരുന്നു. ഹി ഹാസ് ബീൻ ലിവിംഗ് ഇൻ എക്സൈൽ ഇൻ UK ഫോർ സെവറൽ ഇയേഴ്സ്. ഫേസ്ഡ് ലീഗൽ കേസസ് ആൻഡ് കൺവിക്ഷൻസ് ഇൻ ബംഗ്ലാദേശ് റിലേറ്റഡ് ടു കറപ്ഷൻ ആൻഡ് അതർ ചാർജസ്. ഇത് വലിയ ഇമ്പോർട്ടൻസിൽ ആരാണ്, ഏതാണ് പാർട്ടി, ആരാണ് ഇപ്പൊ എന്താണ് പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ ചോദിക്കുന്നത് ഹു ഈസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ് എന്നായിരിക്കും. പിന്നെ ഇല്ലെങ്കിൽ ഏത് പാർട്ടിയിൽ ബിലോങ് ചെയ്യുന്നതെന്നായിരിക്കും. അത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് BNP. ഓക്കെ, അടുത്തത് AI ഇമ്പാക്ട് സബ്മിറ്റ്. നമ്മളിത് പറഞ്ഞതാണ്. AI ഇമ്പാക്ട് സബ്മിറ്റ് ഷെഡ്യൂൾ ഇത് സ്റ്റാർട്ട് ചെയ്തു 16th February. ഇന്ത്യയുടെ ഫസ്റ്റ് മേജർ ഗ്ലോബൽ AI സബ്മിറ്റ് ഹോസ്റ്റഡ് ഇൻ ഗ്ലോബൽ സൗത്ത്. ഓക്കെ, AI ഇമ്പാക്ട് സബ്മിറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫോറം ഫോക്കസ്ഡ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഗവേണൻസ് ഇമ്പാക്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിനു വേണ്ടിയാണ് ഇത് ഗവൺമെന്റ് ലീഡേഴ്സിനെ, ടെക് കമ്പനീസിനെ, AI റിസർച്ചേഴ്സിനെ, പോളിസി മേക്കേഴ്സിനെ, അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സിനെ, ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഫോറമാണ് AI ഇമ്പാക്ട് സബ്മിറ്റ് എന്ന് പറയുന്നത്. ഇത് ബിൽഡ് AI ഫാസ്റ്റ് എന്നതിൽ നിന്ന് ബിൽഡ് AI റെസ്പോൺസിബിളി എന്നതിലേക്ക് കൺട്രീസ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് വന്നിരിക്കുന്നത്? AI ഇമ്പാക്ട് സബ്മിറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ചോദിക്കാം, ദ തീം ബിൽഡ് AI ഫാസ്റ്റ് ടു ബിൽഡ് AI റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഏതിന്റെ ഉദ്ദേശത്തോടുകൂടി AI ഇമ്പാക്ട് സബ്മിറ്റ്? ഓക്കെ, ഇത് സബ്മിറ്റ് ഷേപ്പ് ഇന്റർനാഷണൽ AI പോളിസി ഡിസ്കഷൻസ്, cross-border AI regulation corporation, responsible AI ecosystem development. Okay, അത് എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഗവേണൻസ് ഇമ്പാക്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു രീതിയിലാണ് എന്താണ് AI ഇമ്പാക്ട് സബ്മിറ്റ് വന്നിരിക്കുന്നത്. അടുത്തത് ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആൻഡ് ഇയർ ഓഫ് ഇന്നോവേഷൻ. India and France celebrated ties in special global strategic partnership during the visit of France President, promoting cooperation in AI, defense and digital and Indo-Pacific engagement. ഇപ്പൊ എന്താണ് ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്? 1998 ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വരുന്നത്. വൺ ഓഫ് ദി ഇന്ത്യസ് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്സ് ഇൻ യൂറോപ്പ്. കീ ഏരിയാസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഡിഫൻസിൽ റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഡീലും നേവൽ കോർപ്പറേഷൻ ഇൻഡോ സ്പെസിഫിക്. ഇതാണ് ഡിഫൻസിൽ ഇന്ത്യ ഫ്രാൻസും തമ്മിലുള്ള കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ജോയിന്റ് ആയിട്ടുള്ള മിലിറ്ററി എക്സസൈസ് എന്ന് പറയുന്നത് എക്സസൈസ് വരുണ നേവി, എക്സസൈസ് ഗരുഡ എയർഫോഴ്സ്.
സ്പേസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ ബിറ്റ്വീൻ ISR ആൻഡ് CNES. ഓക്കെ, CNES എന്താണ്? ഫ്രാൻസിന്റെ ആണ്. സിവിൽ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ജയ്താപൂർ ന്യൂക്ലിയർ പവർ പ്രോജക്ട് ഡിസ്കഷൻസ് ആരുമായിട്ടാണ്? അത് ഫ്രാൻസുമായിട്ടാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ജയ്താപൂർ ന്യൂക്ലിയർ പവർ പ്രോജക്ട് ഏത് കൺട്രി ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതിൽ കൊളാബറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചത് ഫ്രാൻസ് ആണ്. ഇൻഡോ പസഫിക് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മാരിടൈം സെക്യൂരിറ്റി കോർപ്പറേഷൻ സപ്പോർട്ട് ടു ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക്. ക്ലൈമറ്റ് ആൻഡ് ക്ലീൻ എനർജി ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അപ്പൊ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഏത് കൺട്രി ആയിട്ടാണ്? സോളാർ അലയൻസ് ഇതാണ് ഇവിടെ നിൽക്കുന്നത്. അത് ഫ്രാൻസുമായിട്ടാണ്. ഓക്കെ, അടുത്തത് എക്കണോമി ആൻഡ് ഫിനാൻസിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഫിക്സ് ratings projected Indian banks net interest margins to decline 10 BPS in financial year 25-26 due to rate cuts, though RBI liquidity measures could cushion effects. അപ്പൊ എന്താണ് ഇവിടെ ഫിക്സ് റേറ്റിംഗ്സ് എന്നതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വേൾഡ്സ് ലീഡിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഫിക്സ് റേറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇത് it access credit worthiness of countries, banks, companies and financial instruments. Credit worthiness ഏത് രാജ്യത്തിന്റെ ബാങ്കുകളുടെ, കമ്പനികളുടെ, അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാം ക്രെഡിറ്റിന്റെ വർത്തിനെസ് അക്സസ് ചെയ്യുക എന്നുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. വൺ ഓഫ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ നമുക്കുള്ളത് ബിഗ് 3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഒന്ന് ഈ പറയുന്ന ഫിച്ച് റേറ്റിംഗ്സ്, പിന്നെ മൂഡീസ് ഇൻവെസ്റ്റർ സർവീസസും സ്റ്റാൻഡേർഡ് ആൻഡ് പൂർസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് തന്നിട്ട് ചോദിക്കും ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കുമ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ദീസ് 3 dominate global sovereign and corporate credit ratings. ഇപ്പൊ മെഷർ ചെയ്യുന്ന എബിലിറ്റി ഓഫ് എ കൺട്രി ഓർ കമ്പനി ടു റീപേ ഡെപ്റ്റ്, എക്കണോമിക് സ്റ്റെബിലിറ്റി, ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് പബ്ലിക് ഡെപ്റ്റ്, അതുപോലെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഔട്ട്ലുക്ക്. ഇതൊക്കെയാണ് ഇപ്പൊ മെഷർ ചെയ്യുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇത് ഹെഡ് ക്വാർട്ടർ ചെയ്തിരിക്കുന്ന USA-ലാണ്. ഹെഡ് ക്വാർട്ടേഡ് ഇൻ ന്യൂയോർക്ക് ആൻഡ് ലണ്ടൻ കോർപ്പറേഷൻസ് along with the Moody's and S&P. S&P എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആൻഡ് പൂർസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് ത്രെഷോൾഡ് BBB അവരുടെ ഒരു ത്രെഷോൾഡ് ആണ്. ഇത് പഠിക്കണമെന്നില്ല. ഇത് എവിടെയാണ് ഹെഡ് ക്വാർട്ടർ ചെയ്തിരിക്കുന്നത്, എന്താണിത്, ഇത് അതർ ടു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അടുത്ത WPI ഇൻഫ്ലേഷൻ ഹിറ്റ്സ് 10-month ഹൈ. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI ഇൻഫ്ലേഷൻ ക്ലൈംഡ് ടു 1.81% in January 2026, a 10-month high mainly due to higher food and manufactured product prices. WPI inflation. Inflation is the അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് WPI ഇൻഫ്ലേഷൻ എന്ന് നോക്കാം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ജനറൽ പ്രൈസ് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ റൈസ് ചെയ്യുന്നത്, കൂടുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റൈസ് ഇൻ പ്രൈസ് എന്ന് പറയുമ്പോൾ ഫോൾ ഇൻ പർച്ചേസിംഗ് പവർ ഓഫ് മണി. നമ്മളിപ്പോ 10 രൂപ കൊടുത്തൊരു സാധനം വാങ്ങുന്നത്, ഇന്ന് നമ്മൾ 10 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനം കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് കിട്ടുമോ? അപ്പോ എന്താണ് ആ പൈസയുടെ പർച്ചേസിംഗ് പവർ കുറയുകയാണ്. അപ്പൊ നമുക്ക് ആ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങളുടെ എണ്ണം കുറയുകയാണ്. അപ്പോൾ ഒരു സാധനങ്ങളുടെ വില കൂടുക എന്ന് പറയുന്നത് മണിയുടെ പർച്ചേസിംഗ് പവർ കുറയുകയാണ്. ഇഫ് ഇൻഫ്ലേഷൻ റൈസസ് വാല്യൂ ഓഫ് മണി ഫോൾസ്. ഹൗ ഇൻഫ്ലേഷൻ ഈസ് മെഷേർഡ് ഇൻ ഇന്ത്യ? 2 രീതിയിലാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്, അതെന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്, CPI ആണ്. ഇത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ആണ്. അത് മെഷർ ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI ആണ്, റിലീസ്ഡ് ബൈ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ. ടാർഗറ്റഡ് 4% ±2. ഇതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് പഠിച്ചു വെക്കണേ. 4% ±2% കൺട്രോൾഡ് ബൈ RBI. അപ്പോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലും, ഹോൾസെയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലുമാണ്. അത് ആരൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്? ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അടുത്തത് PM സൂര്യഘർ സ്കീം കംപ്ലീറ്റ്സ് 2 years.
PM Surya Ghar Mufti Bijli Yojana has completed 2 years, significantly expanding rooftop solar installations with the subsidies and increased adaptation. അപ്പോൾ എന്താണ് PM Surya Ghar Mufti Bijli Yojana എന്ന് പറയുന്നത്? Launched in February 2024, this scheme aims to provide free electricity up to 300 units per month by promoting rooftop solar installations in households. ലോഞ്ച് ചെയ്തത് 2024 ടാർഗറ്റ് 1 crore households. റൂഫ്ടോപ്പ് സോളാർ ആണ്. ഫ്രീ ഇലക്ട്രിസിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് പെർ മന്ത് ആണ്. സബ്സിഡി ക്യാപ്പ് എന്ന് പറയുന്നത് 78,000 ആണ്. അപ്പോൾ ഇത് ഇംപ്ലിമെന്റിംഗ് മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഓക്കെ, അപ്പോൾ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ കീഴിലാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫ്രീ ആയിട്ട് 300 ഫ്രീ യൂണിറ്റ്സ് പെർ മന്ത് ആണ്. എക്സസ് പവർ എന്താണ്? ഡിസ്കോംസിന് സോൾവ് ചെയ്യാൻ പറ്റും. ലോങ് ടേം സേവിങ്സ് ഓൺ ഇലക്ട്രിക് ബിൽസ് ആൻഡ് ബൂസ്റ്റ് ടു ഡൊമസ്റ്റിക് സോളാർ മാനുഫാക്ചറിങ്. ഇതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബെനിഫിറ്റ്. ഇന്ത്യയുടെ കറൻസി സർക്കുലേഷൻ ഹിറ്റ്സ് റെക്കോർഡ് ഹൈ. കറൻസി ഇൻ സർക്കുലേഷൻ ഇൻ ഇന്ത്യ റീച്ച്ഡ് എ റെക്കോർഡ് rupees 40 lakh crore in January 2026, marking strong economic activity and rising cash demand even amid digital payment growth. So currency in circulation, CIC എന്ന് പറയുന്നത് total amount of currency notes and coins physically available with the public in an economy at a given time. ഒരു ഗിവൺ ടൈമിൽ പബ്ലിക്കിന്റെ കയ്യിൽ ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള നോട്ടുകളും കോയിൻസുകളെയാണ് എന്തെന്ന് പറയുന്നത് കറൻസി ഇൻ സർക്കുലേഷൻ. ഇത് ബാങ്കിൽ കിടക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിലുള്ള പൈസകൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതാണ് അവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ്. കറൻസി ഇൻ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഫിസിക്കലി ഉള്ളതാണ്, ഡിജിറ്റലി ഇല്ല. ഓക്കെ, മാനേജ്ഡ് ബൈ Reserve Bank of India. RBI releases CIC data weekly in Weekly Statistical Supplement WSS. CIC is a component of reserve money and narrow money. MI, currency with the public plus demand deposit plus other deposit with the RBI. Okay. At the sugar exports cross 2 lakh tons. India's sugar export exceeded 2.01 lakh tons in the 2025-26 marketing year, October to September, with the UAE as top destination boosting export performance. So India sugar export. India is one of the largest sugar producers and exporters in the world. This important point ആണ്. India എന്ന് പറയുന്നത് one of the largest sugar producer ആണ്, exporter ആണ്. Among the 2 global sugar producers globally, അതെന്ന് പറയുന്നത് ബ്രസീൽ, competes with Brazil in exports. ഇപ്പോൾ മേജർ ആയിട്ടുള്ള പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടകയാണ്. എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, UAE, സൊമാലിയ ആൻഡ് ശ്രീലങ്ക. ഓക്കെ, അപ്പോ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഷുഗർ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റുകൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. അതുപോലെ കീ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, UAE. അടുത്ത് ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻസ് ഇൻ US dollar 34.68 billion. India's trade deficit expand ചെയ്തു as imports rose sharply outpacing export. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് ആണ്. അപ്പോ ഡെഫിസിറ്റ് കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്തു. Trade deficit occurs when a country's import of goods exceeds its export of goods over a period of time. Trade deficit is import minus export ആണ് when imports are higher. In India, it is released by Ministry of Commerce and Industry ആണ്. അപ്പോ എന്തൊക്കെയാണ് ഇന്ത്യ കൂടുതലും എന്തുകൊണ്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് വന്നതെന്ന് വെച്ചാൽ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ക്രൂഡ് ഓയിൽ, ഗോൾഡ് ആൻഡ് ഇലക്ട്രോണിക്സ് ഇത്രയും ഇമ്പോർട്ട് ചെയ്തത് വഴിയാണ് എന്ത് ട്രേഡ് ഡെഫിസിറ്റ് കൂടാൻ കാരണം. ട്രേഡ് ഡെഫിസിറ്റ് കോസ് ചെയ്യുന്ന ഹൈ ഡിപ്പെൻഡൻസ് ഓൺ എനർജി ഇമ്പോർട്ട്സ്, റൈസിംഗ് ഡൊമസ്റ്റിക് ഡിമാൻഡ്സ്, വീക്ക് എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്, കറൻസി ഫ്ലക്ച്വേഷൻ. ഇതെല്ലാം കാരണമാണ് എന്ത് ട്രേഡ് ഡെഫിസിറ്റ് വരുന്നത്.
അടുത്തത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റൈസസ് ടു 5% ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 5%, ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 5% ജനുവരി 2026 കൂടി. അപ്പോൾ ആരാണ് റിലീസ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് റിലീസ് ചെയ്യുന്നത് ത്രൂ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. അപ്പോൾ ഏർലിയർ സർവേസ് NSSO ആയിരുന്നു. 3 കൺസെപ്റ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണുള്ളത്: യൂഷ്വൽ സ്റ്റാറ്റസ്, വീക്ക്ലി സ്റ്റാറ്റസ്, കറന്റ് ഡെയിലി സ്റ്റാറ്റസ്. അപ്പോൾ യൂഷ്വൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെയാണ്. പേഴ്സൺ അൺഎംപ്ലോയിഡ് ഫോർ എ മേജർ പീരീഡ് ഓഫ് ദി ഇയർ യൂസ്ഡ് ഫോർ ലോങ് ടേം അൺഎംപ്ലോയ്മെന്റ്. ഇത് ലോങ് ടേം അൺഎംപ്ലോയ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്. വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 7 ഡേയ്സിലുള്ളതാണ് എടുക്കുന്നത്. ഇഫ് അൺഎംപ്ലോയിഡ് ഫോർ ഈവൻ 1 hour ഇൻ ലാസ്റ്റ് വീക്ക്, കൗണ്ടഡ് അൺഎംപ്ലോയിഡ്, മോസ്റ്റ് കോട്ടഡ് ഇൻ. ഇതാണ് വീക്ക്ലി, ഇമ്പോർട്ടന്റ് ആണ്. വീക്ക്ലി സ്റ്റാറ്റസ് ആണ് കൂടുതലും എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. പിന്നുള്ളത് കറന്റ് ഡെയിലി സ്റ്റാറ്റസ് ആണ്. ഈച്ച് ഡേ ഓഫ് ലാസ്റ്റ് 7 days ക്യാപ്ചേഴ്സ് അണ്ടർ എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. മോസ്റ്റ് റിയലിസ്റ്റിക് ബട്ട് കോംപ്ലക്സ്. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കറന്റ് ഡെയിലി സ്റ്റാറ്റസ് ആണ്. ബട്ട് ഇത് കോംപ്ലക്സ് ആണ്. ഓക്കെ, അത് സയൻസ് ആൻഡ് സ്പേസ് ആണ്. The Euclid Space Telescope captured a near perfect Einstein ring in galaxy NGC 6505, a rare gravitational lensing phenomenon. അപ്പോ the Euclid Space Telescope എന്താണ് എന്നുള്ളതാണ്. Euclid Space Telescope എന്ന് പറയുന്നത് ഒരു സ്പേസ് ഒബ്സർവേറ്ററി ആണ്, ഡിസൈൻ ടു മാർക്ക് ഡാർക്ക് മാറ്റർ, സ്റ്റഡി ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി, the 2 biggest unknowns in modern cosmology. Launched by European Space Agency ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ യൂക്ലിഡ് സ്പേസ്, അപ്പൊ അത് ചോദിക്കും, യൂക്ലിഡ് സ്പേസ് ടെലസ്കോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, launched by European Space Agency. Launched year 2023. ഓർബിറ്റ് എന്ന് പറയുന്നത് സൺ എർത്ത് L2 പോയിന്റ് ആണ്. ഓക്കെ, സ്റ്റേബിൾ ആണ്, ലോ ഇന്റർഫറൻസ് ഉള്ള പോയിന്റ്. ഡ്യൂറേഷൻ 6 years ആണ്. നാസ ഇൻസ്ട്രുമെന്റ്സും സപ്പോർട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് യൂക്ലിഡ് മാറ്റർ ചെയ്യുന്നത്? ടെസ്റ്റ് ഐൻസ്റ്റീൻ ജനറൽ റിലേറ്റിവിറ്റി ഓൺ കോസ്മിക് സെയിൽസ്, ഇംപ്രൂവ്സ് ആക്യുറസി ഓഫ് കോസ്മോളജിക്കൽ മോഡൽസ്, കോംപ്ലിമെന്റ്സ് മിഷൻ ലൈക്ക് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്, അതുപോലെ ഹംബിൾ സ്പേസ് ടെലസ്കോപ്പ്. ഇതെല്ലാം കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ആനുവൽ സോളാർ എക്ലിപ്സ് occurred on 17th February. Solar eclipse, annual solar eclipse took place on this day where moon covered most of the sun, forming ring of fire effect. അപ്പോൾ ring of fire effect എന്തിലാണ് കാണുന്നത്? ആനുവൽ സോളാർ എക്ലിപ്സ്. ഇത് when moon comes between earth and sun, but the moon is farther from earth near apogee, so it appears smaller than sun. Okay, it does not fully cover the sun. Result എന്ന് പറയുന്നത് ഒരു bright ring of sunlight remains visible around the moon. Okay, that is why that ring is annulus, called annular. Visual എന്ന് വെച്ചാൽ ring of fire appearance കിട്ടുന്നു. Sun is never completely blocked. Sky does not become fully dark. ഓക്കെ, ഒരു റിംഗ് ഓഫ് ഫയർ, ഒരു റിങ് മാത്രമായിട്ട് കാണുന്നു. സണ്ണിന് മൂൺ വരുമ്പോൾ ഇതിന് ചുറ്റും ഒരു റിംഗ് മാത്രമായിട്ട് കാണുന്നു. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? മൂൺ ഓർബിറ്റ് ഇസ് എക്ലിപ്റ്റിക്, നോട്ട് സർക്കുലർ, predictably closer, moon looks bigger, total eclipse possible. അപ്പോഗി എന്ന് പറയുമ്പോൾ ഫാർദർ ആണ്, അപ്പോൾ മൂൺ ലുക്സ് സ്മോളർ, അപ്പോൾ ആനുലർ എക്ലിപ്സ്. ഓക്കെ, അടുത്തത് നാസ ടാർഗറ്റ്സ് ഏർലി മാർച്ച് ലോഞ്ച് ടു സെൻഡ് ആസ്ട്രോണറ്റ്സ്. ഏർലി മാർച്ച് ആണ്, മാർച്ച് ലോഞ്ച് ടു സെൻഡ് ആസ്ട്രോണറ്റ്സ് അറൌണ്ട് ദ മൂൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 50 years. നാസ എന്താണ് 50 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് 4 ആസ്ട്രോണറ്റ്സിനെ മൂണിലേക്ക് വിടും. എന്താണ് മിഷന്റെ പേര്? ആർടെമിസ് 2 മിഷൻ എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഇത് ആർടെമിസ് മിഷൻ എന്ന് പറയുന്നത് ക്രൂഡ് ലൂണാർ ഫ്ലൈബൈ മിഷൻ ലെഡ് ബൈ നാസ. ആർടെമിസ് 2 മിഷൻ എന്താണ്? നാസ
കൊണ്ടുവന്ന മിഷനാണ് ഫസ്റ്റ് ടൈം ഹ്യൂമൻസ് വിൽ ട്രാവൽ ബിയോണ്ട് ലോ എർത്ത് ഓർബിറ്റ് സിൻസ് 1972 ശേഷം ലോ എർത്ത് ഓർബിറ്റിനും ബിയോണ്ട് മനുഷ്യർ പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് ടൈം ഹ്യൂമൻ വിൽ ട്രാവൽ ബിയോണ്ട് ലോ എർത്ത് ഓർബിറ്റ് സിൻസ് 1972. അതാണ് എന്താണ് ആർടെമിസ് മിഷൻ എന്ന് പറയുന്നത്. നാസർ ഇറ്റ് വിൽ ബി ലോഞ്ച്ഡ് ഓൺ സ്പേസ് ലോഞ്ച് സിസ്റ്റം SLS വിത്ത് ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ്. അപ്പൊ എന്തിലാണ് ലോഞ്ച് ചെയ്യുന്നത്? സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിലാണ്, SLS വിത്ത് ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ്. 4 അസ്ട്രോണറ്റ്സ് ആണ്. 10-day മിഷൻ ആണ്. ലോഞ്ച് വിൻഡോ എന്ന് പറയുന്നത് മാർച്ച് 2026 അതുപോലെ ഫസ്റ്റ് ഹ്യൂമൻ മിഷൻ അപ്പോളോ 1972 ശേഷമുള്ള ഫസ്റ്റ് ഹ്യൂമൻ മിഷൻ ആണ്. ക്രിട്ടിക്കൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് ആർടെമിസ് 3. ഓക്കെ, ലൂണാർ സർഫേസിലേക്ക് ആളുകളെ വിടുന്ന ലാൻഡ് അസ്ട്രോണറ്റ്സ് ലൂണാർ സർഫേസിലേക്ക് അതിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് ഇത് ആർടെമിസ് 3. അതിന് മുമ്പിലുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് ആർടെമിസ് 2 പോകുന്നത്. അടുത്തത് ഓൾഡസ്റ്റ് ഹോമിൻ ഫോസിൽ ഇൻ ഈസ്റ്റ് ഏഷ്യ ഫൗണ്ട് ടു ബി നിയർലി 1.8 million years ഓൾഡ്. ഈസ്റ്റ് ഏഷ്യയിൽ കണ്ട ഓൾഡസ്റ്റ് ഹോമിൻ ഫോസിൽ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കണ്ടുപിടിച്ചത്? 1.8 million ഓൾഡ് ആണ്. അപ്പോ archaeologists have uncovered oldest known evidence of ancient human relatives in East Asia. 3 skulls of Human erectus. That's important. Central ചൈനയിലാണ് 1.77 million years old. ഇത് ഏത് ജേർണലിലാണ് വന്നത്? സയൻസ് അഡ്വാൻസസ് എന്ന് പറയുന്ന ജേർണലിലാണ്. The fossil is known as Ipsian skulls were discovered in Hebei province between 1989 and 2022. ഇതിന്റെ കറക്റ്റ് ഏജ് കണ്ടുപിടിക്കുക എന്നുള്ളതിൽ ഡിബേറ്റ് ആയിരുന്നു. അപ്പൊ ഇപ്പോ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ they were about 1 million year ആയിട്ട് എത്രയും പഴക്കമുള്ളതാണ്. ഇപ്പൊ ഹോമോ ഇറക്ടസ് എന്താണ്? ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് എക്സ്റ്റിൻറ്റ് സ്പീഷീസ് ഓഫ് ഏർലി ഹ്യൂമൻസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. 1.9 million to ഇത്രയും വർഷത്തെ പഴക്കമുണ്ട്. അപ്പിയർഡ് ആഫ്റ്റർ ഹോമോ ഹാബിലിസിന് ശേഷമാണ് വന്നത് ഫസ്റ്റ് ഹ്യൂമൻ സ്പീഷീസ് ടു മൈഗ്രേറ്റ് ഔട്ട് ഓഫ് ആഫ്രിക്ക. അപ്പൊ അത് ചോദിക്കാം, ഫസ്റ്റ് ഹ്യൂമൻ സ്പീഷീസ് ടു മൈഗ്രേറ്റ് ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത് ഹോമോ ഇറക്ടസ് ആണ്. ഫൗണ്ട് ഇൻ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്. അതിൽ മെയിൻ ഫോസിൽസ് എന്ന് പറയുന്നത് ജാവാമാൻ, പെർക്കിംഗ് മാൻ, തുർക്കാനാപൂർ. ഓക്കെ, ജാവാമാൻ കാണുന്നത് ഇന്തോനേഷ്യ, പെർക്കിംഗ് മാൻ ചൈന, തുർക്കാന മാൻ കെനിയ. അടുത്തത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. ലോസർ ഫെസ്റ്റിവൽ ബിഗിൻസ്. ടിബറ്റൻ ന്യൂ ഇയറിൽ ലോസർ ഫെസ്റ്റിവൽ തുടങ്ങി. അതെന്ന് പറയുന്നത് മെക്ലേഡ്ഗഞ്ച്, ഹിമാചൽ പ്രദേശിലെ മാർക്കിംഗ് ടിബറ്റൻ ന്യൂ ഇയർ, ഫയർഫോഴ്സ് ഇയർ. ലോസാർ സെലിബ്രേറ്റ് ചെയ്യുന്നത് യൂഷ്വലി ഫെബ്രുവരി മാർച്ചിലാണ്. ഡേറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ടിബറ്റൻ ലൂണാർ കലണ്ടർ. സെലിബ്രേറ്റഡ് ഫോർ 3 to 15 days. 15 ഡേയ്സിലാണ്. ഫസ്റ്റ് 3 days ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേർ ഇസ് ലോസാർ സെലിബ്രേറ്റഡ്? ടിബറ്റ്, ലഡാക്ക്, അരുണാചൽ പ്രദേശ്, സിക്കിം, പാർട്സ് ഓഫ് ഹിമാചൽ പ്രദേശ് ആൻഡ് നേപ്പാൾ, ഭൂട്ടാൻ. ഓക്കെ, ഇവിടൊക്കെയാണ്. അപ്പോൾ ലോസാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എന്താണ്? ടിബറ്റൻ ന്യൂ ഇയർ. അതായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ലോസാർ ഫെസ്റ്റിവൽ എന്താണ്? ടിബറ്റൻ ന്യൂ ഇയർ ആണ് ലോസാർ ഫെസ്റ്റിവൽ. അടുത്തത് അരുണാചൽ പ്രദേശ് ഫൗണ്ടേഷൻ ഡേ, 20th February. അരുണാചൽ പ്രദേശ് ഫൗണ്ടേഷൻ ഡേ. അതെന്നാണ് സ്റ്റേറ്റ് ഫുഡ്? 1987. അപ്പൊ അതുപോലെ തന്നെ 20th February ആണ് വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ അരുണാചൽ പ്രദേശിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ ആണ്. ഭൂട്ടാൻ വെസ്റ്റ്, ചൈന നോർത്ത് ഈസ്റ്റ് ഇൻ ചൈന, Myanmar to the east and while to the south it borders Indian state of Assam and Nagaland. Diverse culture ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റാനഗർ ആണ്. ഇത്രയും ഏരിയയേ ഉള്ളൂ. പോപ്പുലേഷൻ 1.5 million ആണ്. ഇംഗ്ലീഷ് ആൻഡ് ന്യൂമറസ് ട്രൈബൽ ലാംഗ്വേജസ് ആണ് സ്പോക്ക് ചെയ്യുന്നത്. ട്രൈബ്സ് എന്ന് പറയുന്ന ആദി, നീഷി, അപ്താനി, മോംഫ, ഗാലോ, മിഷ്മി. പ്രൈമർലി അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ ആണ് എക്കോണമി എന്ന് പറയുന്നത്. നോൺ ഫോർ തവാങ് മോണസ്ട്രി. തവാങ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. സീറോ വാലി, നംതദ നാഷണൽ പാർക്ക് ആൻഡ് റിവർ വാലീസ്. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബോർഡേഴ്സ് ദ ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ ഓഫ് ചൈന ഹാസ് മിലിറ്ററി സിഗ്നിഫിക്കൻസ്. ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലോസാർ, ജോലുങ് ആൻഡ് ദ്രി. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്.
അടുത്തത് സ്പോർട്സ് ആണ്. സ്പോർട്സിൽ റഷീദ് ഖാൻ റീച്ചസ് T20 മൈൽസ്റ്റോൺ. റഷീദ് ഖാൻ, അഫ്ഗാനിസ്ഥാന്റെ റഷീദ് ഖാൻ became first bowler to reach 700 T20 wickets in global T20 cricketing history. അപ്പോൾ ഈ വേൾഡ് കപ്പിലാണ് T20 വേൾഡ് കപ്പിൽ 700 T20 വിക്കറ്റ് തേക്കുക എന്നുള്ളത് അഫ്ഗാനിസ്ഥാന്റെ റഷീദ് ഖാനാണ്. അപ്പോൾ വേറെ T20 വേൾഡ് കപ്പ് റെക്കോർഡ്സ് ആണ്. ഫാസ്റ്റസ്റ്റ് T20 വേൾഡ് കപ്പ് 100 എന്ന് പറയുന്നത് ക്രിസ് ഗെയിലാണ്. മോസ്റ്റ് സിക്സസ് ക്രിസ് ഗെയിൽ തന്നെയാണ്. മോസ്റ്റ് റൺസ് വേൾഡ് കപ്പ് ഹിസ്റ്ററിയിലുള്ളത് വിരാട് കോഹ്ലിക്കാണ്. മോസ്റ്റ് പ്ലെയർ ഓഫ് മാച്ച് അവാർഡ്സ് വിരാട് കോഹ്ലിയാണ്. ബോളിംഗ് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ സക്കീബ് അൽ ഹസൻ ആണ് T20 വേൾഡ് കപ്പ് വിക്കറ്റിൽ ലീഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന ഓവറോൾ T20 വിക്കറ്റ്സ് ആണ് റഷീദ് ഖാന്റേത്. ബെസ്റ്റ് ബോളിംഗ് ഇൻ WC മാച്ച് അജന്ത മിൻഡിസ് 6 8 still tops. Most wickets in single World Cup tournament 17 by Fazal Haq Farooqi and Arshdeep Singh in 2024. ഇത് ഒരു ജനറൽ അവയർനെസ് ആണ്, ചിലപ്പോൾ ചോദിക്കാം സ്പോർട്സിൽ. അടുത്തത് സ്മൃതി മന്ദാന നെയിംഡ് BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025. ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റർ സ്മൃതി മന്ദാന വൈസ് ക്യാപ്റ്റൻ ആണ് ഇന്ത്യൻ വുമൻസ് ടീമിന്റെ. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025. BBCയുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025 ആർക്കാണ്? സ്മൃതി മന്ദാനയ്ക്കാണ്. അപ്പോൾ സ്മൃതി മന്ദാനയുടെ കുറച്ച് മൈൽ സ്റ്റോൺസ് ആണ്. ടെസ്റ്റ് ODI T20 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ. ആകെ ഒരാൾക്ക് ഇതുവരെ ടെസ്റ്റിലും ODIയിലും T20യിലും വുമൺ ക്രിക്കറ്റിൽ ഇന്ത്യയിൽ നിന്ന് സെഞ്ചുറി ഉള്ളു. അതാരൊക്കെയാണ്? സ്മൃതി മന്ദാനയ്ക്കാണ്. ഇത് 2025 ജൂലൈയിലാണ് അക്കംപ്ലിഷ് ചെയ്യുന്നത്, കാരണം T20 സെഞ്ചുറി കിട്ടുന്നത്. Holds the record for joint the most international centuries. 17 centuries ആണ്. അതെന്ന് പറയുന്നത് 14 centuries in ODI, 1 century in T20 and 2 centuries in Test. ഇങ്ങനെയാണ് കണക്ക്. അത് പഠിക്കണം എന്നില്ല. ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് 4000 ODI runs among women players. First Indian woman to score centuries in holds fastest Indian ODI century record. ഇത് 2025 സെപ്റ്റംബറിലാണ്. ഇവിടെ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ആണ്, വുമണും അല്ല, ഇന്ത്യൻ ആണ് ODI സെഞ്ചുറി. വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് 2013 വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടാണ്. ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ODI സെഞ്ചുറി 50 balls. Most T20 runs in current year. Highest bid player in inaugural WPL and captain of RCB has over 10,000 international runs across formats. ഇത് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആണ്. ICC വുമൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ്, BCCI അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് 2018 അർജുന അവാർഡ് കിട്ടിയത് 2021 വെസ്റ്റേൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് 2021. ക്യാപ്റ്റൻ ഓഫ് RCB ആണ് 2024 2026 എന്താണ് RCBയെ ടൈറ്റിലേക്ക് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സ്മൃതി മന്ദാനയാണ്. Okay, featured in ICC Women's T20 ranking consistently as a top 5 batter, included in ESPN Cricket Info Women's ICT Team of the Decade 2020. Okay. അടുത്തത് മാഗ്നസ് കാൾസൺ വിൻസ് FIDE Freestyle Chess World Championship 2026. അപ്പോൾ മാഗ്നസ് കാൾസനെ എല്ലാവർക്കും അറിയാം. FIDE Freestyle Chess World Championship 2026 അദ്ദേഹത്തിന് കിട്ടി. ഇതില് മാഗ്നസ് കാൾസന്റെ മേജർ ചെസ് അച്ചീവ്മെന്റ്സ് എന്നാൽ വേൾഡ് ചെസ് ചാമ്പ്യൻ ആണ്. ഹെൽഡ് ദ ടൈറ്റിൽ 2013 to 2023. ഓക്കെ. യങ്ങസ്റ്റ് പ്ലെയർ ടു ടോപ്പ് വേൾഡ് റാങ്കിങ് അറ്റ് 90. റാപ്പിഡ് ആൻഡ് ബ്ലിസ് മാസ്റ്ററി എന്ന് പറയുന്നത് ഹോൾഡ്സ് മൾട്ടിപ്പിൾ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആൻഡ് വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽസ്. ഫസ്റ്റ് പ്ലെയർ ടു സൈമൾട്ടേനിയസ്ലി ഹോൾഡ് ക്ലാസിക്കൽ റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് വേൾഡ് ടൈറ്റിൽസ്. പീക്ക് റാങ്കിങ് എന്ന് പറയുന്നത് 2882 ആണ് FIDE റേറ്റിംഗ്.
First player to pass 2,800 ELO at age 80. Other records named the Mozart of chess and known for the deep positional understanding and psychological edge in endgames. അടുത്തത് പരസ് ഡോഗ്ര reaches 10,000 runs in Ranji Trophy history. പരസ് ഡോഗ്ര second batsman in Ranji Trophy history to score 10,000 runs. സെക്കൻഡ് പ്ലെയർ ആണ്. ആർക്ക് ശേഷമാണ്? വസീം ജഫാറിന് ശേഷം രഞ്ജി ട്രോഫിയിൽ 10,000 റൺ എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്യുന്ന രണ്ടാമത്തെ ബാറ്ററാണ് പരസ് ഡോഗ്ര. ഓൾ ടൈം റൺ സ്കോറിംഗ് റാങ്ക് എന്ന് പറയുന്നത് ഹി സെക്കൻഡ് ഓൺ ദി ഓൾ ടൈം രഞ്ജി ട്രോഫി റൺ സ്കോറേഴ്സ് ലിസ്റ്റ് ജസ്റ്റ് ബിഹൈൻഡ് വസീം ജാഫർ. അതർ റെക്കോർഡ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് രഞ്ജി ട്രോഫി ടൈറ്റിൽസ് കിട്ടിയിരിക്കുന്ന മുംബൈക്കാണ്. ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ എന്ന് പറയുന്നത് 443 നോട്ട് ഔട്ട് ബൈ VV നിംബാൽക്കർ ആണ് മഹാരാഷ്ട്രയിലെ വേഴ്സസ് കാത്തിയാവാർ. മോസ്റ്റ് റൺസ് ഇൻ രഞ്ജി ട്രോഫി ഹിസ്റ്ററി വസീം ജഫാർ. അതുപോലെ തന്നെ മോസ്റ്റ് റൺസ് ഇൻ സിംഗിൾ സീസൺ എന്ന് പറയുന്നത് VVS ലക്ഷ്മൺ ആണ് 1,115 ഹൈദരാബാദ് 1999 to 2000. മോസ്റ്റ് സെഞ്ചുറീസ് ഇൻ ഹിസ്റ്ററി വസീം ജാഫർ. ഓക്കെ, അപ്പൊ അതാണ് രഞ്ജി ട്രോഫിയിലെ ഒരു റെക്കോർഡ് ആണിത്. അപ്പോ പരസ് ഡോഗ്ര സെക്കൻഡ് ബാറ്റ്സ്മാൻ. അപ്പൊ ചോദിക്കാം ഫസ്റ്റ് ബാറ്റ്സ്മാൻ ആരാണെന്ന് ചോദിച്ചാൽ വസീം ജാഫർ. ഓക്കെ. തേജസ്വിൻ ശങ്കർ വിൻസ് ഗോൾഡ് അറ്റ് ദി ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. തേജസ്വിൻ ശങ്കർ, ഇന്ത്യയുടെ തേജസ്വിൻ ശങ്കർ ഗോൾഡ് ഇൻ മെൻസ് heptathlon at the Asian Indoor Athletics Championship in 2026, setting new national indoor record. അപ്പോ ഡെക്കാത്ലോണിലും ഫോർമലി ഇലൈറ്റ് ഹൈ ജമ്പിലും ഉള്ള ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആണ് ആര്? തേജസ്വിൻ ശങ്കർ. അപ്പൊ ചോദിക്കും തേജസ്വിൻ ശങ്കർ ഏത് സ്പോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്? ഡെക്കാത്ലോൺ ആൻഡ് ഫോർമലി ഇലൈറ്റ് ഹൈ ജമ്പ്. റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഡെക്കാത്ലോൺ സ്കോർ 7,826 പോയിന്റ്സ് ആണ്, ഇന്ത്യയുടെ ബെസ്റ്റ് ആണ്. Silver at the Asian Games in Decathlon, bronze in high jump at the Commonwealth Games. അപ്പോൾ ഇപ്പൊ കിട്ടിയിരിക്കുന്ന നാഷണൽ ഇൻഡോർ ഹെപ്പാത്ലോൺ ഗോൾഡ് ആണ് ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.